ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിലാണ്. അതാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ നൗൺ പറഞ്ഞു, പ്രൊനൗൺ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞേ? നൗണും പ്രൊനൗണാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇനി അടുത്ത പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ 8 ഏതൊക്കെയാന്ന് പറഞ്ഞിരുന്നു. അടുത്താണ് കാണാൻ പോകുന്നത്. അടുത്താണ് വെർബ്. അപ്പൊ നമ്മൾ ഏതൊക്കെ കണ്ടിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? നൗണും പ്രൊനൗണും പറഞ്ഞു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ വെർബാണ് പറയാൻ പോണത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ എന്താണ് വെർബ്? വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെ? ഇപ്പൊ നിങ്ങൾ ക്ലാസ് കാണുന്നു അല്ലെ, ക്ലാസ് കേൾക്കുന്നു, അതൊരു പ്രവൃത്തിയാണ്, ഒരു വെർബാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ട്, അപ്പൊ നിങ്ങൾ എഴുതുന്നതും ഒരു വെർബാണ് അല്ലെ? അതും ഒരു വെർബാണ്. ഓക്കെ, ഇനി അപ്പൊ ഇതിലെന്താ നോക്കാം നമുക്ക്. വെർബ്, എ വെർബ് ഈസ് എ വേർഡ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ഓർ സ്റ്റേറ്റ് അല്ലെ? ഒരു ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ പറയുന്ന സംഭവമാണ് എന്ത്? വെർബ് എന്ന് നമുക്ക് പറയാൻ പറ്റാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിനെയാണ് വെർബ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് വെർബ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, പ്ലേ അല്ലെ എഴുതുന്നു, കളിക്കുന്നു, വോക്ക് നടക്കുന്നു, ക്രൈ കരയുന്നു. ഇതെല്ലാം വെർബാണ് അല്ലെ? ഇതെല്ലാം വെർബാണ്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നു, ഇതെല്ലാം വെർബാണ്. എഴുതുന്നു എല്ലാം. ഇനി നമ്മൾ ഈ വെർബിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് തിരിക്കാം. അതായത് നമ്മൾ മലയാളത്തിൽ ഗ്രാമർ പഠിക്കുമ്പോൾ സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ എന്താണ് ഈ കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ അതിന് നമ്മൾ പറയും അതിനൊരു കർത്താവ് ഉണ്ട് അല്ലെ, ക്രിയ ഉണ്ട്, കർമ്മ ഉണ്ട് എന്ന് പറയും. അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട് എന്നാണ് നമ്മൾ പറയാം. നമ്മളിവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ഹി റൈറ്റ്സ് എ ലെറ്റർ. അപ്പോ ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്നതിൽ ഹി എന്ന് പറയുന്നത് എന്താണ്? ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. അതേസമയം റൈറ്റ് എന്ന് പറയുന്നത് വെർബാണ്. നമ്മൾ ഈ വെർബിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടണം. അതാണ് ഒബ്ജക്റ്റ്. നമ്മൾ ഹി റൈറ്റ്സ് എന്ന് പറഞ്ഞു, എന്ത് എഴുതുന്നു? എന്താണ് എഴുതുന്നത്? ലെറ്റർ. അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് കർമ്മം. അങ്ങനെ കർമ്മമുള്ളവയെ അല്ലെങ്കിൽ സകർമ്മക ക്രിയയെയാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയാം. ഇപ്പൊ ഡെഫിനിഷൻ നോക്കാം. എ വെർബ് വിച്ച് ഹാസ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ട്രാൻസിറ്റീവ് വെർബ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കുകയും, ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്നതിൽ റൈറ്റ് എഴുതുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് എഴുതുന്നത്. അപ്പൊ അവിടെ നമുക്ക് പറയാനുള്ള ആൻസർ ഉണ്ട്, ലെറ്റർ എഴുതുന്നു. അപ്പൊ അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതായത് അവിടെ ഒരു കർമ്മമുണ്ട്. അതുകൊണ്ട് അതൊരു ട്രാൻസിറ്റീവ് വെർബാണ്, അഥവാ അതൊരു സകർമ്മക ക്രിയയാണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദേ പ്ലേ ക്രിക്കറ്റ് അല്ലെ? ദേ പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുന്നു. അവർ കളിക്കുന്നു. എന്താ കളിക്കുന്നത്? ക്രിക്കറ്റാണ് കളിക്കുന്നത്. എന്താണ് കളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയാനായിട്ട് നമുക്കൊരു ഉത്തരമുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറയാനായിട്ട് ഒരു ഉത്തരമുണ്ട്. അതുകൊണ്ട് അതൊരു സകർമ്മക ക്രിയ അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് വെർബാണ്. പരീക്ഷയ്ക്ക് ട്രാൻസിറ്റീവ് വെർബ് എന്താണെന്നൊന്നും ചോദിക്കില്ല. നമുക്ക് തരുന്നത് നേരിട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഉത്തരങ്ങൾ എഴുതിയാൽ മതിയാവും. അതുകൊണ്ട് നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ഇതിങ്ങനെയൊക്കെ ഉണ്ടെന്ന് മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. ഈ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞിട്ടൊന്നും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഞാൻ അടുത്തത് പറയട്ടെ. ട്രാൻസിറ്റീവ് വെർബ്. ഓക്കെ, സ്പീഡ് കുറച്ച് പറയാം കേട്ടോ. സ്പീഡ് കൂടെന്ന് പറഞ്ഞു, സ്പീഡ് കുറച്ച് പറയാം. ഇപ്പൊ പറഞ്ഞത് ഒന്നും കൂടി പറയണോ? നമ്മൾ പറഞ്ഞ ഇതാണ്. ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് ഉണ്ടാവും. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. വേറൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ രാമ കിൽഡ് രാവണ അല്ലെ? രാമൻ അല്ലെ രാവണനെ കൊന്നു എന്ന് പറയുന്നു അല്ലെ? രാമ കിൽഡ് രാവണ. ഓക്കെ, ഇതിന് സബ്ജക്ട് എന്താ പറയാ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്രിയ ചെയ്യുന്ന ആളാണ് അല്ലെ? അയാളാണ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ക്രിയ ചെയ്യുന്ന ആളാണ്. അയാള് രാമനാണ്. ഓക്കെ, അപ്പൊ രാമൻ സബ്ജക്റ്റ് ആണ്. കിൽഡ് എന്ന് പറയുന്നത് ഇവിടെ വെർബാണ് അല്ലെ? രാമൻ സബ്ജക്റ്റ്, കിൽഡ് എന്ന് പറയുന്നത് വെർബാണ്. രാവണ എന്ന് പറയുന്നത് ആരെ കൊന്നു അല്ലെ?
ആരെ കൊന്നു ചോദിക്കുന്ന ഉത്തരമുണ്ട്. അതാണ് ഒബ്ജക്റ്റ് അഥവാ കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന് നമ്മൾ എന്ത് പറയും? സകർമ്മക ക്രിയയാണ്. ഓക്കെ, രാമ കിൽഡ് രാവണ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് വെർബാണ്. ഓക്കെ, ഞാൻ അടുത്തത് പറയാണ്. ഈ ട്രാൻസിറ്റീവ് വെർബ് പിന്നെ അകർമ്മക ക്രിയ, ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. ഇതിനകത്ത് ഒബ്ജക്റ്റ് ഇല്ല. ദ വെർബ് വിച്ച് ഹാസ് നോ ഒബ്ജക്ട് ഈസ് കോൾഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്. കർമ്മമില്ലാത്ത ക്രിയയാണ് അകർമ്മക ക്രിയ. ഇവിടെ ഞാൻ പറയണ ഒരു എക്സാമ്പിൾ പറയണത് ദ ക്യാറ്റ് ബോക്സ്. ഒരു ക്യാറ്റ് നടക്കുന്നു അല്ലെ, ഒരു പൂച്ച നടക്കുന്നു. അത് എവിടേക്കാ നടക്കണേന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഇതിനോട് ചോദ്യം ചോദിക്കണം, എവിടേക്കാണ് നടക്കുന്നത്, നീ എങ്ങനെയാണ് നടക്കുന്നത് അല്ലെ? അപ്പൊ അതിനൊന്നും ഉത്തരമില്ല അവിടെ. അപ്പൊ അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് ഇത് എന്താണ്? ഒരു ഇൻട്രാൻസിറ്റീവ് വെർബ് അഥവാ അകർമ്മക ക്രിയ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ, നമ്മൾ വെർബ് 2 തരം ഉണ്ടെന്നാണ് പറഞ്ഞത്, ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും. ട്രാൻസിറ്റീവ് വെർബില് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഇൻട്രാൻസിറ്റീവില് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. ഈ 2 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ വെർബ് എന്താണെന്നുള്ളതൊന്നും പഠിച്ചു വെച്ചാൽ മതി. വെർബ് അല്ലെ, ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലെ, ഒരാൾ ചെയ്യുന്ന ഒരു വർക്കാണ്, ഒരാളുടെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്. അതാണ് നമ്മൾ വെർബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സ്പീഡിന് കുറയ്ക്കണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടാ. ഓക്കെ, ഞാൻ അടുത്തത് പറയട്ടെ. ആഡ്വെർബ് പറയട്ടെ. ആഡ്വെർബ് പറയാം. നമ്മൾ വെർബ് പറഞ്ഞു കേട്ടാ, ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആണ്. കർമ്മം ഉള്ളതും കർമ്മമില്ലാത്തതും ഉണ്ട്, ഒബ്ജക്റ്റ് ഉള്ളതും ഒബ്ജക്റ്റ് ഇല്ലാത്തതും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ആഡ്വെർബിലേക്ക് പോവാണ്. ആഡ്വെർബ് എന്ന് പറയുമ്പോൾ വി ആർ ആഡിങ് സംതിങ് ടു ദ വെർബാണ്. അതായത് നമ്മൾ ഈ ക്രിയയെ വിശേഷിപ്പിക്കുന്നു. അതാണ് ആഡ്വെർബ് എന്ന് പറയുന്നത്. An adverb is a word used to add something to the meaning of a verb, an adjective or another adverb. അല്ലെ, നമ്മളൊരു പദത്തിനോട്, ഒരു ക്രിയയോട് ഒരു വിശേഷണം ചേർക്കുന്നു. അപ്പൊ ക്രിയയെ വിശേഷിപ്പിക്കുന്ന പദമാണ് ക്രിയാവിശേഷണം എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഹി ഈസ് റൈറ്റിംഗ് സ്ലോലി, പതുക്കെ എഴുതുന്നു. ഹി റൺസ് ഫാസ്റ്റ്. ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആഡ്വെർബാണ് അല്ലെ, അങ്ങനെയല്ലേ? ഹി ലേൺ വെരി ഫാസ്റ്റ് അല്ലെ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ലേൺ ചെയ്യുക എന്നുള്ളതിനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ് ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആക്ഷനെ ഒന്ന് വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? ആഡ്വെർബ് എന്ന് പറയുന്നത്. ഹി സ്പീക്സ് ലൗഡ് എന്ന് പറയുമ്പോൾ ലൗഡ് എന്ന് പറയുന്നത് നമ്മൾ ആ സംസാരിക്കുക എന്ന് പറയുന്ന ക്രിയയെ വിശേഷിപ്പിച്ച് പറയാണ് ചെയ്യണേ അല്ലെ. അപ്പൊ അതാണ് ആഡ്വെർബ് എന്ന് പറയുന്നത്. ആഡ്വെർബ് നമ്മൾ 6 തരത്തിൽ പറയും. 6 തരത്തിൽ നമ്മൾ ക്രിയയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അത് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 6 തരം എന്തൊക്കെയാന്ന് ഒരിക്കലും എക്സാമ്പിൾ ചോദിക്കില്ല. നമുക്ക് അതിന് എക്സാമ്പിളുകൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് അതിന്റെ സെന്റൻസുകൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാന്നുള്ളത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഞാൻ 6 തരം ഉണ്ടെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഇത് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആഡ്വെർബ് 6 തരമുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. ഇവിടെ എക്സാമ്പിൾ കൂടി പറഞ്ഞതാണ്. ഈ വർക്ക് സം ക്വിക്ലി അല്ലെ. ആള് എന്താണ് ഒരു സം കാണുന്ന പരിപാടി അല്ലെ, സം കാണുന്നത് ആള് വളരെ ക്വിക്കായിട്ട് ചെയ്തു, വേഗത്തിൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ഹി വർക്ക് ദ സം ക്വിക്ലി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മൾ 6 ടൈപ്സ് ഓഫ് ആഡ്വെർബ് ആണ്. അതിൽ ഒന്നാമത്തെ ആഡ്വെർബ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ആഡ്വെർബ് എന്ന് പറയുമ്പോൾ കൺജക്റ്റീവ് ആഡ്വെർബ് ആണ് അല്ലെ. ഒന്നാമത്തെ ആഡ്വെർബ് കൺജക്റ്റീവ്. കൺജക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത 2 സെന്റൻസുകളെ കൂട്ടിച്ചേർക്കുന്നതാണ് കൺജക്റ്റീവ് ആഡ്വെർബ് എന്ന് പറയുന്നത്. എന്താണ്? 2 സബ്ജക്റ്റുകളെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. ഓക്കെ, നോക്കി. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ലിങ്ക് ഡിഫറെന്റ് ക്ലോസസ് ഓർ സെന്റൻസസ്. നമ്മൾ ലിങ്ക് ചെയ്യാണ് 2 സെന്റൻസുകളെ ടു ഷോ കോസ് ആൻഡ് ഇഫക്ട്, സീക്വൻസ് ആൻഡ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ 2 ക്ലോസസ് ഓർ സെന്റൻസസ്. 2 സെന്റൻസുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നു.
അപ്പൊ അത് രണ്ട് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളായിരിക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾ രണ്ട് വ്യത്യസ്തമായി നിൽക്കുന്ന രണ്ട് സെന്റൻസുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വെർബുകളെയാണ് നമ്മൾ കൺജക്റ്റീവ് ആഡ്വെർബ് എന്ന് പറയുന്നത്. അതിന്റെ ചില എക്സാമ്പിൾസ് ആണ് മീൻ വൈൽ, ഇൻസ്റ്റഡ്, therefore എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. രമ്യ ഹാഡ് പ്ലാൻ ടു ഗോ ഔട്ട് വിത്ത് ഹെർ ഫാമിലി ടു ദ സർക്കസ്. അല്ലെ, രമ്യ അവളുടെ ഫാമിലിയുടെ കൂടെ സർക്കസ് കാണാൻ പോവാനായിട്ട് പ്ലാൻ ചെയ്തു. അതൊരൊറ്റ സെന്റൻസാ, ഒറ്റയ്ക്ക് നിൽക്കുന്ന സെന്റൻസാ. അപ്പോൾ ഇൻസ്റ്റഡ് എന്നുള്ള മീനിങ് എന്താണ്? പകരം. ഷീ വെന്റ് ടു ദ ബീച്ച്, പക്ഷെ അതിന് പകരം അവൾ എന്ത് ചെയ്തു? ബീച്ചിലേക്ക് പോയി. നിങ്ങൾ ഇൻസ്റ്റഡ് മാറ്റി വെച്ചിട്ട് ഈ രണ്ട് സെന്റൻസിനും, അല്ലെ, ഇത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കിയൻ. രമ്യ ഹാഡ് പ്ലാൻ ടു ഗോ ഔട്ട് വിത്ത് ഹെർ ഫാമിലി ടു ദ സർക്കസ്. ഒറ്റ സെന്റൻസ് ആയിട്ട് നമുക്ക് മീനിങ് എടുക്കാം. അടുത്ത സെന്റൻസ് നോക്കാം, ഷീ വെന്റ് ടു ദ ബീച്ച്. അത് നമുക്ക് മറ്റൊരു സെന്റൻസ് ആയിട്ട് എടുക്കാം. പക്ഷെ ഇതിനെ രണ്ടിനെയും കൂടി നമ്മൾ കൂട്ടിയിണക്കിയ ആ ഒരു വേർഡ് എന്താണ്? ഇൻസ്റ്റഡ്. അവള് സർക്കസ് കാണാൻ പോകാൻ തീരുമാനിച്ചു, പക്ഷെ അതിന് പകരം അവൾ എവിടെ പോയി? അവള് ബീച്ചിൽ പോയി. അപ്പൊ നമ്മൾ ആ രണ്ട് സെന്റൻസിനും തമ്മിൽ, ഡിഫറെന്റ് ആയിട്ട് എടുക്കുന്ന രണ്ട് സെന്റൻസിനും തമ്മിൽ ഇൻസ്റ്റഡ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്തു. ഇതൊരു ആഡ്വർബ് ആണ്. എന്ത് തരം ആഡ്വർബ് ആണ്? ഒരു കൺജങ്ക്റ്റീവ് ആഡ്വർബ് ആണ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ആശ വാസ് വാഷിംഗ് ഓൾ ദ പ്ലേറ്റ്സ്. അല്ലെ, ആശ പ്ലേറ്റ് കഴുകായിരുന്നു. മീൻ വൈൽ, അതേസമയം ഹെയർ ഹസ്ബൻഡ് ക്ലീൻ ദ ഹൗസ്. അല്ലെ, നല്ല ഹസ്ബൻഡ്. ഓക്കെ, ഇപ്പൊ ചിലർ വിചാരിക്കണം, അപ്പൊ നിങ്ങൾ സ്വയം ചിന്തിക്കുക, ഐ വാസ് അറ്റൻഡിങ് ദ ക്ലാസ്, മീൻ വൈൽ മൈ ഹസ്ബൻഡ് ക്ലീൻ ദ ഹൗസ്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഹൗസ് വൈഫ്മാരൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ നോക്കാം, ഈ ആശ വാസ് വാഷിംഗ് ഓൾ ദ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ സെന്റൻസ് ആയിട്ട് പറയാം, അല്ലെ. ഇനി ഹെർ ഹസ്ബൻഡ് ക്ലീൻ ദ ഹൗസ് എന്ന് പറയുന്നതും ഒരു സെപ്പറേറ്റ് സെന്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. എന്നാൽ ഈ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് സെന്റൻസിനെയും തമ്മിൽ നമ്മൾ കൂട്ടിച്ചേർത്ത ആ ഒരു വേർഡ് എന്താണ്? മീൻ വൈൽ. ഈ മീൻ വൈൽ എന്ന് പറയുന്നത് ഒരു കൺജക്റ്റീവ് ആഡ്വെർബ് ആണ്. കേട്ടോ, കൺജക്റ്റീവ്. ഒരു നിങ്ങൾ ജംഗ്ഷൻ എന്നുള്ള മീനിങ് ആലോചിച്ച് നോക്കിയാൽ, ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പല സ്ഥലത്ത് നിന്ന് പറയുന്ന വഴികൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയാം, അല്ലെ. അത് വെച്ച് ഓർത്താൽ മതി. കൺജക്റ്റീവ് എന്ന് പറയുമ്പോൾ, അല്ലെ, രണ്ട് സെന്റൻസുകൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്നു, അല്ലെ. ഓക്കെ, മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ബിക്കെയിം ടു ഡാർക്ക്, therefore we decided not to go to the park. It became too dark. ഭയങ്കര ഇരുട്ടായി, അല്ലെ. ഒറ്റ സെന്റൻസ് ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഇനി വി ഡിസൈഡഡ് നോട്ട് ടു ഗോ ടു ദ പാർക്ക്. അല്ലെ, ഞങ്ങൾ പാർക്കിൽ പോകണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോ വളരെയധികം ഇരുട്ടായി എന്ന് പറയുന്ന ഒരു സെന്റൻസും പാർക്കിൽ പോകേണ്ട എന്ന് തീരുമാനിച്ചത് മറ്റൊരു സെന്റൻസുമാണ്. ഇതിന് രണ്ടിനെയും തമ്മിൽ കൂട്ടിച്ചേർത്ത നമ്മുടെ വേർഡാണ് therefore. ഈ therefore ഒരു ആഡ്വെർബ് ആണ്. എന്ത് തരം ആഡ്വെർബ് ആണ്? കൺജക്റ്റീവ് ആഡ്വെർബ് ആണ്. ഇത് ക്ലിയർ ആയോ? അങ്ങനെ തന്നെ അടുത്ത ടൈപ്പിലേക്ക് നമുക്ക് പോവാം. മേ ബി നമുക്ക് ഇതിനൊക്കെ ചോദ്യം വരുമ്പോൾ മേ ബി ആഡ്വെർബ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ചോദിക്കില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സെന്റൻസ് തന്നിട്ട് ഇൻസ്റ്റഡ്, ഇവിടെ ഇൻസ്റ്റഡ് വെച്ച് യോജിപ്പിച്ചിട്ടുണ്ട്, അവിടെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിരിക്കും, അവിടെ ഒരു ഡാഷ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവാം. 4 ഓപ്ഷൻ തരും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അതിന് ആക്ട് ആയിട്ടുള്ളതൊന്ന് സെലക്ട് ചെയ്ത് എഴുതണം എന്നുള്ളതാണ്. അപ്പൊ അത് ആഡ്വെർബ് എടുത്ത് എഴുതാനൊന്നും പറയില്ല, നമുക്ക് നേരെ അത് അതിലേക്ക് എടുത്തെഴുതിയാൽ മതിയാവും. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ എടുത്ത് എഴുതാൻ മതിയാവും. അങ്ങനെയാണ് നമുക്ക് ചോദ്യം പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ആഡ്വെർബിക്ക് പോവാം. നമ്മൾ ആഡ്വെർബ് ആണ് പറയുന്നത്. നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിൽ 4ാമത്തെ പാർട്സ് ആണ് ഏത്? ആഡ്വെർബ്. അതിൽ നമ്മൾ പറഞ്ഞ 6 തരം ആഡ്വെർബ് ഉണ്ടെന്ന്. അതിൽ 1ാമത്തെ ആഡ്വെർബ് പറഞ്ഞു, കൺജക്റ്റീവ് ആഡ്വെർബ്. 2ാമത്തെ ടൈപ്പ് ഓഫ് ആഡ്വെർബ് പറയുന്നത് ആഡ്വെർബ്സ് ഓഫ് ഫ്രീക്വൻസി. അതായത് ഒരു സംഭവം, ഒരു കാര്യം എത്ര സമയം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, എത്ര പ്രാവശ്യം സംഭവിച്ചു എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദ നമ്പർ ഓഫ് ടൈംസ് സംതിങ് ഹാപ്പൻസ് വിതിൻ എ പർട്ടിക്കുലർ പീരീഡ്.
പർട്ടിക്കുലർ ടൈമിനിടയിൽ ഒരു കാര്യം എത്ര പ്രാവശ്യം സംഭവിച്ചു, എത്ര പ്രാവശ്യം വേണമെങ്കിലും സംഭവിക്കാം, ഒരു പ്രാവശ്യം പോലും സംഭവിക്കാതിരിക്കാം. അങ്ങനെ പറയുമ്പോൾ ഇവിടെ കുറച്ച് ആഡ്വർബ് ഉണ്ട്. യൂഷ്വലി എക്സാമ്പിൾ ആണ്. യൂഷ്വലി സാധാരണ സംഭവിക്കുന്നു അല്ലെ. ഐ യൂഷ്വലി ഗോ ഫോർ എ വാക്ക് അല്ലെ, മോർണിംഗ് വാക്ക്. ഓൾവേസ്, ഐ ഓൾവേസ്, അല്ലെങ്കിൽ എന്താ ഐ ഓൾവേസ് ഈറ്റിംഗ് റൈസ് അല്ലെ. ഇനി ഒക്കേഷണലി, ഐ ഒക്കേഷണലി ഗോ ടു മൈ ഫ്രണ്ട്സ് അല്ലെ, ഫ്രണ്ട്സ് ഹോം എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം, ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും, അപ്പൊ അങ്ങനെ എത്ര പ്രാവശ്യം ഒരു ടൈം പീരീഡിനുള്ള ഒരു കാര്യം സംഭവിക്കുന്നു എന്നത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. നിക്ക് ഓൾവേസ് പ്ലേസ് ടെന്നീസ് ഇൻ ദി ഈവനിങ്. അപ്പൊ എല്ലാ ഈവനിങ്ങിലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവനോർ അവൾ അല്ലെ എന്ത് ചെയ്യുന്നു? ടെന്നീസ് കളിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓൾവേസ് എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസി ആണ് അല്ലെ, ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ഫ്രീക്വൻസി ആണ്. നെക്സ്റ്റ് നോക്കാം. ദ പ്ലേസ് ഈസ് റയർലി ക്രൗഡഡ്. റയർലി എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് മീനിങ് ആണ്. എന്ന് വെച്ചാൽ അത്ര ആ പ്ലേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്രൗഡഡ് ആവാറൊന്നുമില്ല. അതാണ് റയർലി ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ക്രൗഡഡ് ആവാറുള്ളൂ. അതായത് ക്രൗഡഡ് എന്ന് വെച്ചാൽ ജനക്കൂട്ടം, തിരക്കുണ്ടാവാന്നുള്ളത്. വല്ലപ്പോഴും തിരക്കുണ്ടാവാറുള്ളൂ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ റയർലി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഒരു ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണ്. റയർലി ക്രൗഡഡ്, അങ്ങനെ ഒന്നും പെട്ടെന്ന് അധികം ക്രൗഡ് ഉണ്ടാവാറില്ല. അടുത്ത് നോക്കാം. രേഷ്മ ഹാസ് ഹാർഡ്ലി എവർ ഗോൺ അപ്പോൺ എനി ട്രിപ്പ്. അതും ഒരു നെഗറ്റീവ് മീനിങ് ആണ്. രേഷ്മ അങ്ങനെ ട്രിപ്പ് ഒന്നും പോവാറില്ല എന്നുള്ള മീനിങ് ആണ് അവിടെ വന്നേക്കണത്. ഓക്കെ, രേഷ്മ അങ്ങനെ അധികം ട്രിപ്പ് ഒന്നും പോവാറില്ല എന്ന തരത്തിലുള്ള ഒരു മീനിങ് ആണ് വരണേ. അപ്പൊ ഹാർഡ്ലി എന്ന് പറയുന്നത്, ഹാർഡ്ലി എവർ എന്ന് പറയുന്നത് ഒരു ആഡ്വർബ് ആണ്, ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. മൈ ഫ്രണ്ട്സ് ആൻഡ് ദെയർ ഫാമിലീസ് ഗെറ്റ് ടുഗദർ ഒക്കേഷണലി. എൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലീസും വല്ലപ്പോഴൊക്കെ കൂടാറുണ്ട്. ഒക്കേഷണലി, വല്ലപ്പോഴും കൂടാറുണ്ട്. നമ്മളൊരു ഫ്രീക്വൻസി ആണ് പറയണേ അല്ലെ. അപ്പൊ അത് ഒക്കേഷണലി എന്ന് പറയുന്നത് ഒരു ആഡ്വർബ് ആണ്, ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. ഷീ ഫ്രീക്വൻലി കീപ്സ് എ ചെക്ക് ഓൺ ഹെർ സൺ. അല്ലെ, ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളുള്ളവർ പലരും ചെയ്യുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളായ പാരന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും. ഫ്രീക്വൻലി കീപ്സ് എ ചെക്ക് ഓൺ ഹെർ സൺ അല്ലെ. ഫ്രീക്വൻലി, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? മകനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാഗിൽ എന്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഫ്രീക്വൻലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഫ്രീക്വൻലി എന്ന് വെച്ചാൽ കൃത്യമായ ഇടവേളകളിൽ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊരു ആഡ്വർബ് ആണ്. ഫ്രീക്വൻലി എന്ന് പറയുന്നത് അത് ആഡ്വർബ് ഓഫ് എന്താണ്? ഫ്രീക്വൻസി ആണ്. അടുത്ത എക്സാമ്പിൾ ആണ്. ഡസ് സാഡി വിസിറ്റ് യു ഓഫൺ. ഡസ് സാഡി വിസിറ്റ് യു ഓഫൺ. എന്താണ്? സാഡി വല്ലപ്പോഴും നിങ്ങളെ വിസിറ്റ് ചെയ്യാറുണ്ടോ? ഓഫൺ എന്ന് വെച്ചാൽ മീനിങ് എന്താ? വല്ലപ്പോഴും. സാഡി നിങ്ങളെ വിസിറ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്, വല്ലപ്പോഴും. അപ്പൊ വല്ലപ്പോഴും അല്ലെങ്കിൽ ഓഫൺ എന്ന് പറയുന്നത് ഒരു ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, നെക്സ്റ്റ്. യു വിൽ ഫിഗർ ഔട്ട് ഹൗ ടു ഡു ഇറ്റ് ഇവൻച്വലി. അല്ലെ, ഇത് എങ്ങനെ അവസാനം ഇത് എങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്ന രീതിയിലുള്ള മീനിങ് ആണ്. ഇവൻച്വലി എന്ന് വെച്ചാൽ എന്താണ്? ഫൈനലി, അല്ലെങ്കിൽ അവസാനം അല്ലെ. അപ്പൊ ഒരു അങ്ങനെ ഒരു മീനിങ് ആണ് വരണേ അല്ലെ. നമ്മുടെ ഒരു ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസിൽ പെടുന്നൊരു കാര്യമാണ്. ദ ട്രെയിൻസ് ഹിയർ ആർ സെൽഡം ലേറ്റ്. സെൽഡം മീനിങ് എന്താണ്? അപൂർവമായിട്ട് സംഭവിക്കുക എന്നുള്ളതാണ്. ട്രെയിനിന് അങ്ങനെ ലേറ്റ് ആവാറൊന്നുമില്ല, വല്ലപ്പോഴും മാത്രമേ ലേറ്റ് ആവാറുള്ളൂ. അപ്പൊ അതും നമ്മുടെ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണ്. സെൽഡം എന്ന വാക്ക് ഓർത്ത് വയ്ക്കുക. നമ്മുടെ പരീക്ഷയിൽ എപ്പോഴും നമുക്കിങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ പറയണ ഒരു വേർഡ് ആണ് സെൽഡം എന്നത്. നെഗറ്റീവ് മീനിങ് ആണ്, കാരണം വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ഹി സെൽഡം കംസ് എന്ന് പറഞ്ഞാൽ അവൻ വല്ലപ്പോഴേ വരാറുള്ളൂ എന്നാണ് മീനിങ്. ദെൻ ഷി യൂഷ്വലി ഗോസ് ഹോം ഡ്യൂറിംഗ് ദ വീക്കെൻഡ്സ്. എല്ലാ വീക്കെൻഡും അവൾ വീട്ടിൽ പോകുന്നു. യൂഷ്വലി ഗോസ് എന്ന് സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതൊരു ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണ്. ഞാൻ വീണ്ടും പറയുന്ന ആഡ്വർബ് 6 തരം ഉണ്ടെന്നും ഇത് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണെന്നൊന്നും ആരും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. നമുക്ക് എന്തറിഞ്ഞാൽ മതി? നമുക്ക് അറിയേണ്ട ആകെ ഒരു കാര്യമുള്ളൂ, നമുക്കിങ്ങനെ സെന്റൻസ് തരുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വേണ്ട ഓപ്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. പക്ഷെ നമ്മൾ
ഇതിങ്ങനെ ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ പഠിച്ചു പോകുന്നു. നമുക്ക് മനസ്സിലാവണം, ഇത് കാണുമ്പോൾ ഇത് ആഡ്വർബ് ആണെന്ന് മനസ്സിലാവണം. നമുക്ക് മനസ്സിലാവില്ല, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ഇത് ആഡ്വർബ് ആണെന്ന്. നമുക്ക് ഒരു ചിലപ്പോൾ ഇത് യൂഷ്വലി എന്നതൊരു ആഡ്വർബ് ആണോ, സെൽഡം എന്നതൊരു ആഡ്വർബ് ആണോ എന്ന് ഡൗട്ട് വരും. അപ്പൊ ഇങ്ങനെ ഇത്രയും ടൈപ്പ് ഓഫ് ആഡ്വർബ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് പറയട്ടെ, അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ആഡ്വർബ് പറയട്ടെ. എഴുതുന്നവർ എഴുതിയെത്തിയോ? ഓക്കെ, സിമി പോൾസനൊക്കെ പറഞ്ഞ് എഴുതിയെത്തിന്ന്. അപ്പൊ ഞാൻ അടുത്തേക്ക് പോണ്. അപ്പൊ ആഡ്വർബ് ഓഫ് ടൈം ആണ് അടുത്തത്. നമ്മൾ സമയത്തെ കുറിച്ച് പറയുന്നത്. നമ്മൾ പറയണ യെസ്റ്റർഡേ, ഇന്നലെ, ലേറ്റർ, നൗ, ഇപ്പോ എന്നൊക്കെ പറയുന്നത് ആഡ്വർബ് ആണ്. നോക്കാം, എക്സാമ്പിൾ നേരെ പോവാം. വിൽ യു ബി ഏബിൾ ടു ഫൈനലൈസ് ദ ഡയലോഗ്സ് ഫോർ ദ പ്ലേ ബൈ ടുമോറോ? നാളെ ആകുമ്പോഴേക്കും നമ്മുടെ പ്ലേ അല്ലെങ്കിൽ നമ്മുടെ കളി, നമ്മുടെ നാടകത്തിന്റെ ഡയലോഗ് ഒക്കെ ടുമോറോ ആകുമ്പോഴത്തേനും ഫൈനലൈസ് ചെയ്യാമോ എന്ന് പറയുന്നുണ്ട്. ഈ ടുമാറോ എന്ന് പറയുന്നത് ഒരു ആഡ്വർബ് ഓഫ് ടൈം ആണ്. നാളേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. നിന്നോട് ചെയ്യാൻ പറ്റുമോ, അത് നാളേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ആഡ്വർബ് ആണ്. നാളെ ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിനെ, അല്ലെ, ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിയെ നമ്മൾ നാളേക്ക് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ആഡ്വർബ് ആണ്. ഓക്കെ, അപ്പൊ ടുമാറോ ഇവിടെ ആഡ്വർബ് ആണ്. ഓക്കെ, അടുത്ത നോക്കാം. ടുനൈറ്റ് വി ആർ സെലിബ്രേറ്റിംഗ് ദ ഗ്രാൻഡ് സക്സസ് ഓഫ് ദ കമ്പനി. നൈറ്റില് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് നമ്മുടെ കമ്പനിയുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ടുനൈറ്റ്, അപ്പൊ അതൊരു ആഡ്വർബ് ആണ്, ആഡ്വർബ് ഓഫ് ടൈം ആണ്. അടുത്ത സെന്റൻസ് നോക്കാം. ലാസ്റ്റ് വീക്ക് we alerted the authorities that the street lights were not working in our area. അല്ലെ, നമ്മൾ ലാസ്റ്റ് വീക്ക്, ഇതാണ് ഇവിടുത്തെ ആഡ്വർബ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്തു? we alerted the authorities that the street lights were not working in our area. ഞങ്ങളുടെ ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ അതോറിറ്റീസ് അറിയിച്ചു. എപ്പോൾ അറിയിച്ചു? ലാസ്റ്റ് വീക്ക്. അപ്പൊ അതൊരു ആഡ്വർബ് ഓഫ് ടൈം ആണ്. അവരറിയിച്ചു, അത് എപ്പോൾ അറിയിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെ? എപ്പോൾ അറിയിച്ചു? അറിയിച്ച സമയം നമ്മൾ പറയുന്നു ലാസ്റ്റ് വീക്ക്. ഓക്കെ, അടുത്ത് നോക്കാം. ഡിഡ് യു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ? സ്കൂളിൽ പോയി, അല്ലെ? എപ്പോ പോയി എന്ന് നമ്മൾ പറയാം, അത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതവിടെ ആഡ്വർബ് ആണ്. യെസ്റ്റർഡേ എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. നെക്സ്റ്റ്, ഐ വിൽ ബി വിസിറ്റിംഗ് മൈ ഗ്രാൻഡ് മദർ നെക്സ്റ്റ് വീക്ക്. അല്ലെ, ഞാൻ അടുത്ത നെക്സ്റ്റ് വീക്കില്, അല്ലെ, നെക്സ്റ്റ് വീക്കില് ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനെ വിസിറ്റ് ചെയ്യും. അപ്പൊ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനെ വിസിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ വിസിറ്റ് ചെയ്യുമെന്ന് പറയുന്ന ആ വിസിറ്റ് എന്ന വെർബിന് നമ്മൾ കൊടുക്കുന്ന ആഡ്വർബ് ആണ് നെക്സ്റ്റ് വീക്ക്, അല്ലെ? അപ്പൊ ആഡ്വർബ് ഓഫ് ടൈം ആണ് അവിടെ വരുന്നത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ഫിൽ ഇൻ ദ കൺസെന്റ് ഫോംസ് ഇമ്മീഡിയറ്റ്ലി. ടീച്ചർ സ്റ്റുഡൻസിനോട് പറഞ്ഞു കൺസെന്റ് ഫോം പെട്ടെന്ന് തന്നെ സൈൻ ചെയ്യണം, അല്ലെ? ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ ചെയ്യണം. സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞേ? അതിന്റെ ടൈം കൊടുത്തു, ഇമ്മീഡിയറ്റ്ലി. അപ്പൊ അതൊരു ആഡ്വർബ് ഓഫ് ടൈം ആണ്. അടുത്ത നോക്കാം. മൈ ഫ്രണ്ട്സ് മേക്ക് ഷുവർ ടു മീറ്റ് അപ്പ് മന്ത്ലി. അല്ലെ, എന്റെ ഫ്രണ്ട്സ് ഷുവർ ആണ്, അല്ലെ? മന്ത്ലി മീറ്റ് ചെയ്യാന്നുള്ളത് അവർക്ക് ഷുവർ ആണ്. മൈ ഫ്രണ്ട്സ് മേക്ക് ഷുവർ, അവർ ഉറപ്പായിട്ടും അവർ മീറ്റ് ചെയ്തിരിക്കും. ഈ മന്ത്ലി എന്ന് പറയുന്നതും ഒരു ആഡ്വർബ് ആണ്. അവർ മീറ്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരു വെർബിനെ ടൈം വെച്ച് നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് മന്ത്ലി. നെക്സ്റ്റ്, ആശിഷ് സ്റ്റേഡ് അറ്റ് ഹോം ടുഡേ. ആശിഷ് വീട്ടിൽ സ്റ്റേ ചെയ്തു എന്ന് ടുഡേ, അല്ലെ? ടുഡേ എന്ന് പറയുന്നത് ഇവിടെ ആഡ്വർബ് ഓഫ് ടൈം ആണ്. നെക്സ്റ്റ്, അതുൽ ഓൾവേസ് ഹാസ് ബ്ലൂബെറി ചീസ് കേക്ക് ഫ്രം ഗ്ലെൻസ് ബേക്ക് ഹൗസ്. അല്ലെ, അതുലിന് എപ്പോഴും, അല്ലെ, ഓൾവേസ്, അവൻ എപ്പോഴും ബ്ലൂബെറി ചീസ് കേക്ക് കിട്ടും. എവിടെ നിന്ന്? ഗ്ലെൻസ് ബേക്ക് ഹൗസിൽ നിന്ന്. നമ്മൾ അതിനൊരു ടൈം കൊടുത്തു, ആഡ്വർബ് ഓഫ് ടൈം ഓൾവേസ്. നെക്സ്റ്റ്, earlier the doctors were found rushing to the operation theatre. അല്ലെ, ഏർലിയർ, നേരത്തെ എങ്ങനെയായിരുന്നു? ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടേഴ്സ് അവിടെ വളരെ റഷ് അല്ലെങ്കിൽ വളരെ തിരക്ക് കാണാറുണ്ടായിരുന്നു, അല്ലെ? ഓക്കെ, അപ്പോ ഈ ഏർലിയർ എന്ന് പറയുന്നത് ഇവിടെ ആഡ്വർബ് ഓഫ് ടൈം ആണ്. നമ്മള് ഈ പറഞ്ഞ ഇത്രയും വേർഡ്സ് എല്ലാം ആഡ്വർബ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ള കാര്യം നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഈ വേർഡ്സ് എല്ലാം ആഡ്വർബ് ആയിട്ട് വരുന്ന കാര്യമാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഓൾവേസ് രണ്ടെണ്ണത്തിൽ വരുന്നുണ്ടല്ലോ.
അത് തന്നെ എക്സാമ്പിൾ, കൂടുതൽ എക്സാമ്പിൾ ഇട്ടതാണ്, ഉള്ളൂ, കുഴപ്പമില്ല. രണ്ടെണ്ണത്തിൽ വരുന്നുണ്ടെന്ന് അല്ലേ, നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അത് നമുക്ക് രണ്ട് ആഡ്വർബിൽ. സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. രണ്ട് സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. രണ്ടിൽ നമുക്ക് വരാം. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമ്മൾ മൂന്നാമത്തെ ടൈപ്പാണ് പറഞ്ഞത് അല്ലെ. മൂന്നാമത്തെ ആഡ്വർബ് ഓഫ് ടൈം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പറയണത് നാലാമത്തെ, അതൊക്കെ പറയാം ആഡ്വർബ് ഓഫ് മാനർ ആണ് പറയുന്നത് അല്ലെ. ആഡ്വർബ് ഓഫ് മാനർ, ഹൗ സംവൺ ഡസ് സംതിങ് ഓർ ഹൗ സംതിങ് ഹാപ്പൻസ്. ഒരാൾ എങ്ങനെയാണ് ഈ കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു. നമ്മൾ മാനർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയർ, അല്ല എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ആണ് നമുക്ക് പറയാൻ പറ്റുക. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ക്ലിയർലി, നമ്മളൊരു കാര്യം പറയുന്നു, ക്ലിയർ ആയിട്ട് പറയാന്ന് പറയുമ്പോൾ അതൊരു ആഡ്വർബ് ആണ് അല്ലെ. സ്ലോലി, നമ്മളിപ്പോ വാക്ക് ചെയ്യുന്നു, അത് സ്ലോലി ആണെന്ന് പറയുമ്പോൾ, പതുക്കെ എന്ന് പറയുമ്പോൾ അതൊരു ആഡ്വർബ് ആണ്. ലൗഡ്ലി, നമ്മൾ സംസാരിക്കുന്നു അല്ലെ, അപ്പൊ അത് ഉറക്കെയാണെന്ന് പറയുമ്പോൾ, ലൗഡ് ആണെന്ന് പറയുമ്പോൾ അതൊരു ആഡ്വർബ് ആണ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ നോക്കാം. ഡു യു നോ ഹിം വെൽ. ഇവിടെ നോ എന്ന് പറയുന്നത് ഒരു വെർബാണ്. അപ്പൊ ഇവിടെ വെൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു ആഡ്വർബ് ആണ് അല്ലെ. നോ എന്ന് പറയുന്ന വെർബിന് നമ്മൾ വെൽ എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. അത് ആഡ്വർബ് ഓഫ് മാനർ ആണ്. അടുത്ത് നോക്കാം. ഡിഡ് ഹി ഡു ഇറ്റ് പർപ്പസ്ഫുള്ളി. ഇവിടെ പർപ്പസ്ഫുള്ളി ചെയ്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ പർപ്പസ്ഫുള്ളി എന്ന് പറയുന്നത് ആഡ്വർബ് ഓഫ് മാനർ ആണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ടൈപ്പ് വെച്ചിട്ടൊന്നും നമ്മളോട് ചോദിക്കില്ല. ഇത് ആഡ്വർബ് ഓഫ് മാനർ ആണോ, ആഡ്വർബ് ഓഫ് ടൈം ആണോ എന്നൊന്നും ചോദിക്കില്ല. നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുമ്പോൾ നമ്മൾ ആൻസർ ചെയ്താൽ മതി. അതാണ് നമുക്ക് PSC ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. വി മെറ്റ് വിത്ത് അവർ ഓൾഡ് സ്കൂൾ ഫ്രണ്ട്സ് അൺഎക്സ്പെക്ടഡ്ലി അല്ലെ. ഓക്കെ, അൺഎക്സ്പെക്ടഡ്ലി എന്താണ്, ഞാൻ എൻ്റെ ഓൾഡ് ഫ്രണ്ട്സിനെ ഞാൻ മീറ്റ് ചെയ്തു അല്ലെ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് മീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അൺഎക്സ്പെക്ടഡ് എന്ന് പറയുന്നത് ഒരു ആഡ്വർബ് ഓഫ് മാനർ ആണ്. ഓക്കെ, ഇനി മൈ മദർ ആസ്ക്ഡ് us ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഗിവൺ ടു അസ് സീരിയസ്ലി അല്ലെ. മദർ എന്ത് പറഞ്ഞു, മദർ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി സീരിയസ് ആയിട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അതൊരു ആഡ്വർബ് ഓഫ് മാനറിൽ പെടുന്നതാണ്. അപ്പൊ സീരിയസ്ലി എന്ന് പറയുന്നത് ഒരു ആഡ്വർബ് ആണ്, ആഡ്വർബ് ഓഫ് മാനറിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഇനി ഈ വെർബ് എല്ലാം കൂടി എടുത്തിട്ട്, വെർബ് മാത്രം എടുത്തിട്ട് ഒരു സ്ഥലത്ത് എഴുതി വെച്ചാൽ അത്രയും നല്ലതാണ്. വെൽ, പർപ്പസ്ഫുള്ളി, അൺഎക്സ്പെക്ടഡ്ലി, ഇങ്ങനെല്ലാം ഓരോന്നിലും എടുത്ത് അത്രയും എഴുതി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഓക്കെ, നോക്കാം. വി ബൈ ഫ്രഷ് മിൽക്ക് ഫ്രം ദ മാൻ അക്രോസ് ദ സ്ട്രീറ്റ് റെഗുലർലി. റെഗുലർ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, ഫ്രഷ് മിൽക്ക് കിട്ടുന്നു എന്ന് പറയുന്നു. അപ്പൊ അതൊരു ആഡ്വർബ് ഓഫ് മാനർ ആണ് അല്ലെ. മാനർ ആയിട്ടാണ് നമുക്ക് പറയാം, റെഗുലർ ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ്, ഐ പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ. പെർഫെക്റ്റ്ലി എന്ന് പറയുന്നത് ഇവിടെ ഒരു ആഡ്വർബ് ഓഫ് മാനർ ആണ്. Then George accidentally dropped the keys somewhere in the supermarket. അല്ലെ, സൂപ്പർ മാർക്കറ്റിൽ എവിടെയോ കീ ആളുടെ നഷ്ടപ്പെട്ടു. അപ്പൊ അത് ആക്സിഡന്റലി എന്നാണ് പറയുന്നത്. ആക്സിഡന്റലി ആണ് സംഭവിച്ചത്. അതൊരു എന്താണ്, ആഡ്വർബ് ഓഫ് മാനറിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഓക്കെ, ഇതൊക്കെയാണ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ പറയാം. ദ ഇവന്റ് വാസ് പുവർലി മാനേജ്. ഇവന്റ് വളരെ മോശമായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആഡ്വർബ് ഓഫ് മാനർ ആണ് പുവർലി എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ ആണ്. രവി കെപ്റ്റ് റിമൈൻഡിങ് ശിവ് റിപ്പീറ്റഡ്ലി ടു ടോക്ക് ടു ദ പീപ്പിൾ ഇൻ ചാർജ് ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ് അല്ലെ. രവി കെപ്റ്റ് റിമൈൻഡിങ് ശിവ് റിപ്പീറ്റഡ്ലി അല്ലെ. രവി ശിവനെ റിപ്പീറ്റഡ്ലി റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ടു ടോക്ക് ടു ദ പീപ്പിൾ ഇൻ ചാർജ് ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. ഇൻചാർജ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു, കാരണം അത് ലേറ്റ്, അപ്പൊ തന്നെ ലേറ്റ് ആയിരുന്നു. റിപ്പീറ്റഡ്ലി എന്ന് പറയുന്നത് ഇവിടെ ആഡ്വർബ് ഓഫ് മാനർ ആണ്. ഓക്കെ,
ഓക്കെ, അടുത്തേക്ക് പോട്ടെ. അടുത്ത ടൈപ്പ് ഓഫ് ആഡ്വർബിലേക്ക് പോട്ടെ. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്ത ടൈപ്പ് ഓഫ് ആഡ്വർബ് ആണ് ആഡ്വർബ് ഓഫ് ഡിഗ്രി. അതായത് നമ്മൾ ഒരു കാര്യത്തിന്റെ, ഒരു വെർബിന്റെ ഇന്റൻസിറ്റിനെ കുറിച്ച് പറയാനായിട്ടാണ് നമ്മൾ ആഡ്വർബ് ഓഫ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. കണ്ട, ടു ഷോ ദ ഇന്റൻസിറ്റി ഓർ ഡിഗ്രി ഓഫ് സംതിങ്. അതിന്റെ ഇന്റൻസിറ്റി പറയാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ റിയലി അല്ലേ, ശരിക്കും സംഭവിച്ചാണ് നമ്മൾ ചോദിക്കില്ലേ ഒരു കാര്യം, റിയലി എന്ന് ചോദിക്കില്ലേ, അപ്പൊ അതൊരു അതിന്റെ ഒരു ഇന്റൻസിറ്റി ആണ് നമ്മൾ ചോദിക്കുന്നത്. എക്സ്ട്രീംലി അല്ലെ, എക്സ്ട്രീം ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു എന്ന് നമ്മൾ പറയും ചില കാര്യങ്ങൾ. അപ്പൊ അത് അതിന്റെ അതൊരു ആഡ്വർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഡീപ്ലി, അത് നമുക്കൊരു ആഡ്വർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതിന് എക്സാമ്പിൾസ് നോക്കാം. മിക്കി ഈസ് വെരി ടോൾ അല്ലെ, മിക്കി ഈസ് വെരി ടോൾ. അപ്പൊ ഇതിൽ വെരി എന്ന് പറയുന്നത് ഒരു ആഡ്വർബാണ്. ഓക്കെ, നമ്മള് മിക്കി ടോളാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു നമ്മള് ഒരു ഡിഗ്രി ഇന്റൻസിറ്റി പറയാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ വെരി എന്ന് പറയുന്നത് ഇവിടെ ഒരു ആഡ്വർബ് ആയിട്ട് നമ്മളിവിടെ കണക്കാക്കാൻ സാധിക്കും. ദ ബട്ടർ മിൽക്ക് വി ഹാഡ് വാസ് ടു കോൾഡ് അല്ലെ, ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് ഭയങ്കര കോൾഡ് ആയിരുന്നു. ടു എന്ന് പറയുന്നത് ഇവിടെ അല്ല, ഭയങ്കര കോൾഡ്, ഭയങ്കര എന്താ തണുത്തതായിരുന്നു എന്ന് നമ്മൾ പറയാണ്. ആ ഒരു ഇന്റൻസിറ്റി കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ആ ഒരു കോൾഡിന്റെ ഇന്റൻസിറ്റി കാണിക്കാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നു. അടുത്താണ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി കോൾഡ് ദിസ് ടൈം ഓഫ് ദ ഇയർ. ഇത് ഈ സമയം ഇത് ഭയങ്കര എക്സ്ട്രീംലി കോൾഡ് ആണ്. ആ കോൾഡ് കാണിക്കാൻ വേണ്ടി നമ്മൾ പറയാണ്. നമുക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ എന്ത് പറയാം, ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഹോട്ട് ദിസ് ടൈം അല്ലെ ഓഫ് ദ ഇയർ അല്ലെ, ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള സമയമാണെന്നാണ് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുക അല്ലെ. അപ്പൊ എക്സ്ട്രീംലി എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് പറയും, ആഡ്വർബ് ഓഫ് ഡിഗ്രി. ഇനി ഗൗതം ഹാഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. ഗൗതം അവന്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നു അല്ലെ. അപ്പൊ അവന്റെ വർക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഇന്റൻസിറ്റി ആണ് നമ്മൾ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ആഡ്വർബ് ഓഫ് ഡിഗ്രി ആണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ദ ക്ലാസ് ഈസ് അൺയൂഷ്വലി ക്വൈറ്റ് ടുഡേ അല്ലെ, ക്ലാസ് ഭയങ്കര ക്വൈറ്റ് ആണ്, ഭയങ്കര കാമൻ ക്വൈറ്റ്, ഭയങ്കര ശാന്തമാണ്. അൺയൂഷ്വലി ക്വൈറ്റ് ടുഡേ എന്ന് പറയുന്നത്. സാധാരണ അങ്ങനെയല്ല, സാധാരണ എങ്ങനെയാണ്, ഒച്ചിമ്പങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആ ക്വൈറ്റ്നെസിന്റെ ഒരു ഇന്റൻസിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അൺയൂഷ്വലി അല്ലെ ക്വൈറ്റ് ടുഡേ എന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം ആഡ്വർബ് ഓഫ് ഡിഗ്രി ആണ്. നമ്മൾ ഒരു കാര്യത്തിന്റെ ഒരു ഇന്റൻസിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം എക്സ്റ്റെൻഡിൽ അത് നിലവിലുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എത്രത്തോളം നിലവിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആഡ്വർബ് ഓഫ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തേക്ക് പോട്ടെ. അടുത്താണ് ആഡ്വർബ് ഓഫ് പ്ലേസ്. നമ്മുടെ ആറാമത്തെ ആണ് കേട്ടോ, ലാസ്റ്റ് ആണ് കേട്ടോ. ആഡ്വർബ് ഓഫ് പ്ലേസ് ആറാമത്തെ ആണ്. നമ്മൾ പ്ലേസിനെ വെച്ച് നമുക്ക് ആഡ്വർബ് ആഡ് ചെയ്യും. അതെന്തിനാണ്, ടു ഡിസ്ക്രൈബ് ദ ലൊക്കേഷൻ ഓർ ദ പ്ലേസ് വേർ ആൻ ആക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ആർ കോൾഡ്. ഒരു ആക്ഷൻ നടക്കുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥലത്തിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹിയർ എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ. ദേർ എന്ന് വെച്ചാൽ അവിടെ. ഇൻസൈഡ് എന്ന് വെച്ചാൽ ഉള്ളിൽ. ഇതെല്ലാം എന്താണ്, ആഡ്വർബ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയും ഒരു വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്വർബ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒരു ആഡ്വർബ് ആണെന്ന് നമുക്ക് ചിലപ്പോ തോന്നൂല. പക്ഷെ ഇത് ആഡ്വർബ് ഓഫ് പ്ലേസ് എന്ന വിഭാഗത്തിൽ പെടുത്തി ഇത് നമുക്ക് ആഡ്വർബ് ആയിട്ട് കണക്കാക്കാം. എക്സാമ്പിൾസ് നോക്കാം. ദ ബോയ് വാസ് ആസ്ക്ഡ് ടു കീപ് ദ കപ്സ് ഹിയർ. എന്താണ്, കപ്പ് ഇവിടെ കീപ്പ് ചെയ്യാനായിട്ട് ബോയോട് പറഞ്ഞു അല്ലെ. അപ്പൊ കപ്പ് കീപ്പ് ചെയ്യണം. അപ്പൊ അത് എവിടെ എന്ന് പറയുന്നുണ്ട്, ആ ആക്ഷൻ നടക്കുന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഹിയർ എന്ന് പറയുന്നത്. ഓക്കെ, ആർ യു ഗോയിങ് ഔട്ട് ടുഡേ? നിങ്ങൾ ഇന്ന് പുറത്തു പോകുന്നുണ്ടോ? ഗോയിങ് എന്ന് പറയുന്ന ഒരു വെർബ് പറയുന്നുണ്ട്.
അത് എവിടെ എന്ന ലൊക്കേഷൻ അതിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണ് ഔട്ട്. അപ്പൊ ഔട്ട് എന്ന് പറയുന്നത് ഒരു ആഡ്വർബ് ആണ്, ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്. ഇനി വിൽ യു ബി ലീവിങ് ദ ചെയർ ഔട്ട്സൈഡ്, അല്ലെ വിൽ യു ബി ലീവിങ് ദ ചെയർ ഔട്ട്സൈഡ്, അല്ലെ നിങ്ങൾ അവിടെ കിടക്കുന്ന ചെയർ, അല്ലെ ചെയർ നിങ്ങൾ ലീവ് ചെയ്യുന്നുണ്ടോ, അല്ലെ? അപ്പൊ എന്താ പറയുന്നത്, അവിടെ ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ഒരു ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. വി വെൻ നോർത്ത് വേർഡ്സ് ആഫ്റ്റർ റീച്ചിങ് ദ ഫുട്ട് ഓഫ് ദ ഹിൽ, അല്ലെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങള് ആ ഹില്ലിന്റെ ഫുട്ട് ഓഫ് ദ ഹില്ലിന്റെ അടിവാരത്ത് എത്തിയപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, നോർത്ത് വേർഡ്സ് പോയി. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വടക്കോട്ട് പോയി. അപ്പൊ അവിടെ ഒരു പ്ലേസ് അല്ലെങ്കിൽ ലൊക്കേഷനെ കുറിച്ച് പറയുന്നു, അല്ലെ? അവർ പോയി, എവിടേക്ക് പോയി, നോർത്ത് വേർഡ്സ്, അല്ലെ? ആ പോകുന്നതിനെ നമ്മൾ നോർത്ത് വേർഡ്സ് എന്ന് പറയുന്ന ആ ഒരു വെർബ് കൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുകയാണ്, ആ ഒരു ആഡ്വർബ് കൊണ്ട് വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ അത് ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്. അടുത്താണ് ദ ലിറ്റിൽ ഗേൾ റാൻ ടുവേർഡ്സ് ഹെർ മദർ ദ മൊമെന്റ് ഷീ സോ ഹെർ, അല്ലെ? ലിറ്റിൽ ഗേൾ എന്ത് ചെയ്തു, അമ്മേനെ കണ്ട ആ മൊമെന്റിൽ തന്നെ അമ്മേടെ അടുത്തേക്ക് അവൾ ഓടിപ്പോയി. അപ്പൊ ടുവേർഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്. അമ്മയുടെ അടുത്തേക്ക് അല്ലെ, ആ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് അവിടെ മെൻഷൻ ചെയ്യാണ്. ടുവേർഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്. ഓക്കെ, ഓക്കെ, അടുത്തേക്ക് പോട്ടെ. നമ്മുടെ ആഡ്വർബ് കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ആഡ്വർബിൽ 6 ടൈപ്പ് ആഡ്വർബ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആഡ്വർബ്, എന്തൊക്കെ തരം പറഞ്ഞിട്ടുണ്ട്? ഒന്ന് ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഓക്കെ, നമ്മൾ ആഡ്വർബ് ഓഫ് ഫസ്റ്റ് എന്ത് പറഞ്ഞു, ആഡ്വർബ് ഓഫ് അല്ലെ കൺജക്റ്റീവ് ആഡ്വർബ് ആണ് ആദ്യമായിട്ട് പറഞ്ഞേ, അല്ലെ? കൺജക്റ്റീവ് പറഞ്ഞു. സെക്കൻഡ് നമ്മൾ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി പറഞ്ഞു, ഫ്രീക്വൻസി. ദെൻ നമ്മൾ ടൈം പറഞ്ഞു, ദെൻ മാനർ പറഞ്ഞു, പിന്നെ ആഡ്വർബ് ഓഫ് ഡിഗ്രി പറഞ്ഞു, ലാസ്റ്റ് ആയിട്ട് ആഡ്വർബ് ഓഫ് പ്ലേസ് പറഞ്ഞു. അപ്പൊ 6 ടൈപ്പ് ഓഫ് ആഡ്വർബ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ നൗൺ, പ്രൊനൗൺ, വെർബ്, ആഡ്വർബ് അങ്ങനെയുള്ള 4 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അല്ല 4 അല്ലെ? ഓക്കെ, നമ്മൾ ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്തേക്ക് പോവാണ് പ്രിപ്പോസിഷൻ, അല്ലെ? പ്രിപ്പോസിഷൻ, പ്രിപ്പോസിഷൻ എന്താണ്? പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പൊസിഷനെ പറയുന്നതാണ്. പ്രീപൊസിഷൻ ആണ്, അല്ലെ? പ്രീപൊസിഷൻ നമ്മൾ ഒരു കാര്യം പറയുന്നതിന്റെ പൊസിഷന്റെ തൊട്ട് മുന്നിൽ വെക്കണതാണ് എന്ന രീതിയിൽ ഓർത്താൽ മതി. പ്രിപ്പൊസിഷൻ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതൊരു ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ അധികം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ട് പ്രിപ്പൊസിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. പ്രിപ്പൊസിഷൻ, വെർബ് ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കാൻ. ഓക്കെ, പ്രിപ്പൊസിഷൻ ഫ്രേസസ് കുറെ പഠിക്കാനുണ്ട്. അപ്പൊ പ്രിപ്പൊസിഷൻ ഈസ് എ വേർഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ നൗൺ ഓർ പ്രൊനൗൺ, അല്ലെ? നൗൺ ഓർ പ്രൊനൗൺ ആൻഡ് അതർ വേർഡ്സ് ഇൻ എ സെന്റൻസ്, അല്ലെ? നമ്മളൊരു നൗണായിട്ടോ പ്രൊനൗണോ മറ്റേന്തെങ്കിലും വേർഡ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരെണ്ണത്തിന് പൊസിഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞാലും വിചാരിച്ചാലും കുഴപ്പമില്ല. ഇവിടെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ നോക്കാം. ദർ ഇസ് എ കൗ ഇൻ ദ ഗാർഡൻ. ഈ ഗാർഡനും കൗ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പറയാണ്, അല്ലെങ്കിൽ കൗ എവിടെയാണെന്നുള്ള പൊസിഷൻ നമ്മൾ പറയാണ്. ഇൻ ദ ഗാർഡൻ, ഇൻ എന്ന് പറയുന്നത് പ്രിപ്പൊസിഷൻ ആണ്. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ, അല്ലെ? അപ്പൊ ഈ ഓൺ എന്ന് പറയുന്നത് ഒരു പ്രിപ്പൊസിഷൻ ആണ്. ദ ക്യാറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ, അല്ലെ? അപ്പൊ ഈ അണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താണ്, ഒരു പ്രിപ്പൊസിഷൻ ആണ്. അല്ല, നമ്മൾ ബെനീത്ത് ദ ട്രീ, അല്ലെ? ബെനീത്ത് എന്ന് വെച്ചാല് അതൊരു പ്രിപ്പൊസിഷൻ ആണ്. ഓക്കെ, അപ്പോ പ്രിപ്പൊസിഷൻ നമുക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിലവിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തേക്ക് പോവാം. കൺജങ്ഷനിലേക്ക് പോവാം. കൺജങ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഡ്വർബ് ഓഫ് കൺജങ്ഷൻ ഒക്കെ കൺജക്റ്റീവ് ആഡ്വർബ് പറഞ്ഞു, അവിടെ വെച്ചും പറഞ്ഞു. ഈ കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ഭാഗത്തു നിന്ന് റോഡ് കൂട്ടി യോജിക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെ? അതുപോലെ ഇതും ഒരു
ജംഗ്ഷൻ അല്ലെ, പല സെന്റൻസുകൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന ഒന്നാണ് കൺജംഗ്ഷൻ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് അങ്ങനെ ചിന്തിക്കുക. ഇവിടെ നോക്കാം, എ കൺജംഗ്ഷൻ ഈസ് എ വേർഡ് യൂസ് ടു ജോയിൻ വേർഡ്സ് ഓർ സെന്റൻസസ്. നമ്മൾ രണ്ട് വേർഡിനെയോ രണ്ട് സെന്റൻസിനെയോ യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കൺജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, രമ ആൻഡ് ഹരി ആർ ഫ്രണ്ട്സ്. രമേനും ഹരിനും യോജിപ്പിച്ച വേർഡാണ് ആൻഡ് എന്ന് പറയുന്നത്. അതൊരു കൺജംഗ്ഷൻ ആണ്. ഓക്കെ, അതൊരു കൺജംഗ്ഷൻ ആണ്. ഇനി നമ്മൾ ഈ കൺജംഗ്ഷൻസിന് നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ആ സെന്റൻസസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് എക്സാമിലൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് സെന്റൻസസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, നോക്കാം. നമുക്ക് മറ്റൊരു ഭാഗത്ത് നമ്മൾ പഠിക്കും. അപ്പൊ ഒന്നാമത് നമ്മൾ പറയുന്നത് കോർഡിനേറ്റിംഗ് കൺജംഗ്ഷൻസ് ആണ്. അത് കോർഡിനേറ്റിംഗ് നമ്മൾ ആൻഡ്, ബട്ട്, ഓർ, ഫോർ എന്ന് പറയുന്നതൊക്കെ കോർഡിനേറ്റിംഗ് കൺജംഗ്ഷൻസ് ആണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ പറഞ്ഞ 3 തരം കൺജംഗ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് കോർഡിനേറ്റിംഗ് കൺജംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്കിതിലൊരു നമ്മളിപ്പോ ഈ പറഞ്ഞതില് നമുക്ക് ഓർത്തിരിക്കാനുള്ള എളുപ്പമാണ്. ഫാൻ ബോയ്സ് എന്ന ഒരു കോഡ് വെക്കുക. അതിൽ കൂടെ നമുക്ക് ഇതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഫാൻ ബോയ്സ് ഇവിടെ നോക്കാം. ഫാൻ ബോയ്, എഫ് എന്ന് പറഞ്ഞാൽ 4 ആണ്, എ എന്ന് പറഞ്ഞാൽ എൻഡ് ആണ്, എൻ എന്ന് പറഞ്ഞാൽ നോറ്, ബി ബട്ട്, ഒ ഓർ, വൈ എറ്റ്, എസ് സോ. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഈ കോർഡിനേറ്റിംഗ് ജംഗ്ഷൻസ് ഓർത്ത് വെക്കാനായിട്ട് ഫാൻ ബോയ്സ് എന്ന് പറയുന്ന ഒരു അക്രോണിം അല്ലെങ്കിൽ അതൊരു ഓർത്ത് വെച്ചാൽ മതി, ഒരു കോഡ് ഓർത്ത് വെച്ചാൽ മതി കേട്ടാ. ഫാൻ ബോയ്സ് എന്ന് ഓർത്താൽ മതി. ഫാൻ ബോയ്സിന്റെ എഫ് 4 ആണ്, എ ആൻഡ് ആണ്, എൻ നോറാണ്, ബി ബട്ട് ആണ്, ഒ ഓറാണ്, വൈ എറ്റ് ആണ്, എസ് സോ ആണ് അല്ലെ, ഫാൻ ബോയ്സ്. അതായത് നമുക്ക് വേർഡുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാന്നുള്ളത്. ഒന്നെങ്കിൽ വേർഡോ അല്ലെങ്കിൽ സെന്റൻസസോ ഒക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ കൺജംഗ്ഷൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. കൺജക്റ്റീവ് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എക്സാമ്പിളിലേക്ക് പോട്ടെ. കോർഡിനേറ്റിംഗ് കൺജംഗ്ഷൻസിന്റെ എക്സാമ്പിളിലേക്ക് പോവാം. എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എക്സാമ്പിൾ ആണ്, സിദ് ആൻഡ് നീന പ്ലാൻ ടു ഹാവ് ഡിന്നർ അറ്റ് ചൈന വാലി. സിദ് ആൻഡ് നീന, സിദ്ദിനെയും നീനയെയും ഇവിടെ യോജിപ്പിച്ച ആൻഡ് എന്ന് പറയുന്ന വേർഡ് ഒരു കോർഡിനേറ്റിംഗ് കൺജംഗ്ഷൻ ആണ്. കോർഡിനേറ്റിംഗ് കൺജംഗ്ഷൻ ആണ് സിദ് ആൻഡ് നീന അല്ലെ. അവർ രണ്ടുപേരും നമ്മൾ അവിടെ നമ്മൾ അത് യോജിപ്പിച്ചു. ഓക്കെ, ഷീ റീച്ച്ഡ് ഹോം ലേറ്റ് യെറ്റ് ഷീ ലുക്ക്ഡ് വെരി എനർജറ്റിക്. അവള് വീട്ടിലെത്തിയത് ലേറ്റ് ആയിട്ടാണ്, പക്ഷെ എന്നിട്ടും എന്ത് ചെയ്തു? യെറ്റ് ഷീ ലുക്ക്ഡ് വെരി എനർജറ്റിക്. എന്നിട്ട് അവള് എന്താണ്, എനർജറ്റിക് ആയിട്ട് കാണപ്പെട്ടു അപ്പോഴും അല്ലെ. അതാണ് യെറ്റ് എന്ന് പറയുന്നത്. യെറ്റ് എന്ന് പറയുന്നത് വെച്ചിട്ടാണ് യോജിപ്പിച്ചിട്ടുള്ളത്. യെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അല്ലെ, അവൾ ആ സമയത്തും ലേറ്റ് ആയിട്ട് വന്നപ്പോൾ ആ സമയത്ത് എനർജറ്റിക് ആയിട്ട് കാണപ്പെടുന്നു. നിങ്ങൾ നോക്കുക, ഈ രണ്ട് സെന്റൻസ് സെപ്പറേറ്റ് ചെയ്ത് നോക്കിയേ. ഷീ റീച്ച്ഡ് ഹോം ലേറ്റ് ഒരു സിമ്പിൾ സെന്റൻസാ. ഷീ ലുക്ക്ഡ് വെരി എനർജറ്റിക് അത് മറ്റൊരു സെന്റൻസാ. ഈ രണ്ട് സെന്റൻസിനും കൂടി നമ്മൾ കൂട്ടിച്ചേർന്ന വേർഡ് ഏതാ? യെറ്റ് ആണ്. അപ്പൊ അതാണ് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കുക. ഡു യു ലൈക്ക് ബ്ലാക്ക് ഒലിവ്സ് ഓർ ഗ്രീൻ ഒലിവ്സ്? ഇവിടെ രണ്ട് വേർഡാണ്, ബ്ലാക്ക് ഒലിവ്സ് ഓർ ഗ്രീൻ ഒലിവ്സ്. ഇത് രണ്ടിനും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കാനായിട്ട് ഓർ എന്ന് പറയുന്ന ഈ ഒരു കൺജംഗ്ഷൻ ഉപയോഗിച്ചു. ബ്ലാക്ക് ഒലിവ് ഓർ ഗ്രീൻ ഒലിവ് എന്നത് അല്ലെ. ഡു യു ലൈക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഓർ മാത്സ് ക്ലാസ് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ക്ലാസ്, മാത്സ് ക്ലാസ് എന്ന് പറയുന്ന രണ്ട് വേർഡ് കൂട്ടിച്ചേർക്കാനായിട്ട് നമ്മൾ ഓർ എന്ന് പറയുന്ന ഒരു കൺജംഗ്ഷൻ ഉപയോഗിച്ചു. ഓക്കെ, നെക്സ്റ്റ്. ഐ എം ഷുവർ ഐ ലോക്ക് ദ ഡോർ. ഒറ്റ സെന്റൻസ് ആയിട്ട് നോക്കാം അല്ലെ. എനിക്ക് ഷുവർ ആണ് ഞാൻ ഡോർ ലോക്ക് ചെയ്തു എന്നുള്ളത്. അടുത്ത സെന്റൻസ് നോക്കാം. ഐ കനോട്ട് റിമെമ്പർ ഇഫ് ഐ ടുക്ക് ദ കീസ്. ഞാൻ കീ എടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ രണ്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല അല്ലെ. ഈ രണ്ട് സെന്റൻസിനും കൂടി നമ്മൾ യോജിപ്പിക്കുന്ന കൺജംഗ്ഷൻ ആണ് ബട്ട് എന്ന് പറയുന്നത്. ബട്ട്, ഐ എം ഷുവർ ഐ ലോക്ക് ദ ഡോർ ബട്ട് ഐ കനോട്ട് റിമെമ്പർ ഇഫ് ഐ ടുക്ക് ദ കീസ് അല്ലെ. ഈ ബട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് സെന്റൻസിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കൺജംഗ്ഷൻ ആണ്.
അടുത്ത സെന്റൻസ് നോക്കാം. മൈ ഫ്രണ്ട് ആൻഡ് ഐ ഹാഡ് ഡിന്നർ അറ്റ് പട്യാല ഹൗസ്. ഞാനും എന്റെ ഫ്രണ്ടും തമ്മിൽ എന്താണ് പട്യാല ഹൗസിൽ ഡിന്നർ ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ട് വ്യക്തികള്, മൈ ഫ്രണ്ട് ഐ അല്ലെ, ഞാനും എന്റെ ഫ്രണ്ടും ഞാനും, അതാണ് ആൻഡ് വെച്ച് യോജിപ്പിച്ചത്. ഇനി രണ്ട് സെന്റൻസ് തമ്മിൽ നമ്മൾ യോജിപ്പിക്കുന്നതാണ് ഫോർ എന്ന് പറയുന്നത്. ഫോർ ഇറ്റ് വാസ് ദ ലാസ്റ്റ് ഡേ ബിഫോർ ഷീ മൂവ് ടു ഡൽഹി അല്ലെ, ഇതെന്തായിരുന്നു, അവൾ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുന്നുള്ള ലാസ്റ്റ് ഡേ ആയിരുന്നു. ഫോർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ കൺജങ്ഷൻ ഉപയോഗിച്ച് രണ്ട് സെന്റൻസിൽ നമ്മൾ യോജിപ്പിച്ചു. ഇനി മൈ ആൻഡ് എന്ന് പറയുന്നത് വെച്ചിട്ട് മൈ ഫ്രണ്ടിനെയും ഐനെയും നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അടുത്തേക്ക് പോട്ടെ. ആരെങ്കിലും എഴുതി കഴിയാത്തുണ്ടെങ്കിൽ നമ്മുടെ സ്ലൈഡ് നോക്കി ഒന്ന് കംപ്ലീറ്റ് ആക്കണം എഴുതിയിട്ട്. പറയുന്നത് സ്പീഡ് കൂടണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അടുത്താണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കോറിലേറ്റീവ് കൺജങ്ഷൻസ്. ഇത് നമുക്ക് ഇത് വേറെ രീതിയിൽ പഠിക്കാനുണ്ട്, എങ്കിലും ഞാൻ ഇവിടേക്ക് ഇത് എടുത്തിട്ടുന്നുള്ളൂ. കോറിലേറ്റീവ് കുറച്ച് എക്സാമ്പിൾ കൂടുതൽ ഇട്ടുന്നുള്ളൂ. കാരണം നിങ്ങൾ എത്രത്തോളം ഇത് റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഇംഗ്ലീഷിന്റെ പാർട്ടിൽ മാർക്ക് നേടാനായിട്ട് ഇത് സഹായിക്കും. കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് പറയാനായിട്ട് ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ആണ്. ഈതർ ഓർ അല്ലെ, ഇത് അല്ലെങ്കിൽ അത് എന്ന് പറയും, ഈതർ ഓർ അല്ലെ. ഓക്കെ, ഇനി നോട്ട് ഓൺലി ബട്ട് ഓൾസോ അല്ലെ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, പിന്നെ ഹാർഡ്ലി വെൻ, ഇങ്ങനെയൊക്കെ പറയുന്നത് കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. ഒരു സെന്റൻസിൽ ഹാർഡ്ലി എന്ന വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫില്ല് ചെയ്യാനുള്ളത് ഉറപ്പായിട്ട് വെൻ ആയിരിക്കും. ഓക്കെ, നോട്ട് ഓൺലി വന്നാൽ അവിടെ ഫില്ല് ചെയ്യാനുള്ളത് ഉറപ്പായിട്ടും ബട്ട് ഓൾസോ ആയിരിക്കും. ഈതർ വന്നാൽ അവിടെ ഉറപ്പായിട്ടും നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് ഓർ വെച്ചിട്ടായിരിക്കും. എക്സാമ്പിൾ നോക്കാം. ഈതർ യു ലേൺ ഹൗ ടു ഡു ഇറ്റ് ഓർ യു വിൽ ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. ഒന്നെങ്കിൽ ഇത് ചെയ്യാൻ പഠിക്കുക അല്ലെ, ഈതർ യു ലേൺ ഹൗ ടു ഡു ഇറ്റ്, ഒന്നെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പഠിക്കുക അല്ലെ, അല്ലെങ്കിലോ ഓർ യു വിൽ ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്, അല്ലെങ്കിൽ നിനക്ക് ഇതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് ഈ ഫേസ് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും അല്ലെ. അങ്ങനെ ഈതർ യു സ്റ്റഡി വെൽ ഓർ യു വിൽ ഫെയിൽ ദ എക്സാം അല്ലെ, അങ്ങനെയൊക്കെയാണ് ഞാൻ പറയാം. അപ്പോ ഈതർ ഓർ അല്ലെ, ഈതർ ഓർ വെച്ച് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. യു ലേൺ ഹൗ ടു ഡു ഇറ്റ് അല്ലെ, ഒറ്റ സെന്റൻസ് ആണ്. യു വിൽ ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ് മറ്റൊരു സെന്റൻസ് ആണ്. പക്ഷെ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തു അല്ലെ, നമ്മൾ അതിനെ രണ്ടിനും റിലേറ്റ് ചെയ്തു, കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഉപയോഗിച്ച് നമ്മൾ റിലേറ്റ് ചെയ്തു. അടുത്ത സെന്റൻസ് നോക്കാം. അത് ഒരു നെഗറ്റീവ് ആണ്, നീദർ നോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നീദർ ഡിഡ് റേച്ചൽ ഓർ ഹെർ ഫ്രണ്ട്സ് ടേക്ക് ഇറ്റ് ടു ദ ഇവന്റ് അല്ലെ, അല്ലെങ്കിൽ അതായത് റേച്ചലോ അവളുടെ ഫ്രണ്ട്സോ ആരും ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. അപ്പോ നീദർ ഡിഡ് റേച്ചൽ, അത് ശ്രദ്ധിക്കുക, നീദർ ഡിഡ് റേച്ചൽ നോർ ഹെർ ഫ്രണ്ട്സ്. നീദർ വന്നാൽ ഉറപ്പായിട്ട് അവിടെ നോറാണ് വരാ. നീദർ വന്നാൽ അവിടെ ഓറല്ല വരാ, നോറാണ് വരാ. ഈദർ വന്നാൽ ഓർ ആയിരിക്കും വരുന്നുണ്ടാവാം. ഓക്കെ, നോർ ഹെർ ഫ്രണ്ട്സ് മേക്ക് ഇറ്റ് ടു ദ ഇവന്റ്. അടുത്ത നോക്കാം. നോട്ട് ഓൺലി ഡിഡ് ദേ ബ്ലോക്ക് ദ റോഡ് ബട്ട് ദേ ഓൾസോ കെപ്റ്റ് ഷൗട്ടിങ് സ്ലോഗൻ. അവര് റോഡ് ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല ചെയ്തേ, അവരതിന്റെ കൂടെ സ്ലോഗനും കൂടി വിളിച്ചു അല്ലെ, ഷൗട്ടിങ് സ്ലോഗൻ അല്ലെ, മുദ്രാവാക്യം കൂടി വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നോട്ട് ഓൺലി ബട്ട് ഓൾസോ പ്രയോഗമാണത്. അടുത്ത നോക്കാം. മനോജ് വാസ് സേയിങ് ദാറ്റ് ഹീസ് നോട്ട് ഷുവർ വെദർ he should stay back tonight or leave home immediately. മനോജ് was saying that he is not sure. മനോജ് പറയാണ് അവൻ ഷുവർ അല്ല, വെദർ he should stay back tonight, അവൻ ഈ രാത്രി ഇവിടെ, വെദർ എന്ന് വെച്ചാൽ അവന് ചെയ്യോ ഇല്ലയോ എന്ന് അവൻ അറിയില്ല അല്ലെ, വെദർ, ഓർ ലീവ് ഹോം ഇമ്മീഡിയറ്റ്ലി, അല്ലെങ്കിൽ അവൻ വീട് വിട്ടുപോകുന്ന അറിയില്ല. വെദർ ഓർ എന്ന് പറയുന്ന ആ ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കാം. No sooner did my mom complete all the kitchen work than she started cleaning the house. അല്ലെ, എന്താണ്? No sooner did my mom complete all the kitchen work than she started cleaning the house. നമ്മൾ no sooner വന്നാൽ ഒന്നും ആലോചിക്കാൻ, ഇത് ഇങ്ങനത്തെ ചോദ്യം വരാറുള്ളത് എപ്പോഴും നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരാറുള്ള ഒരു ചോദ്യമാണിത്. ഇപ്പൊ നോ സൂണർ എന്നൊരു സെന്റൻസിൽ കണ്ടാൽ ഒന്നും ആലോചിക്കാനില്ല, അവിടെ ദാറ്റെന്നോ നോറെന്നോ ഓർന്ന് ഒന്നുമല്ല. നോ സൂണർ കണ്ടാൽ ഉടനെ നമ്മൾ ദാൻ വെച്ചിട്ട് ഓപ്ഷനിൽ നിന്ന് ഫില്ല് ചെയ്യാൻ, നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ലോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നോ സൂണർ കണ്ടാൽ അവിടെ ഫില്ല് ചെയ്യുന്നത് ദാൻ വെച്ചിട്ടാണ്. പലപ്പോഴും പരീക്ഷകൾക്ക് നമുക്ക് 1 മാർക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ് കേട്ടാ, നോ സൂണർ ദാൻ എന്ന് പറയുന്ന
പ്രയോഗം. അതുപോലെ മുകളിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ഹാർഡ്ലി വെൻ. ഹാർഡ്ലി വന്നാൽ ഉടനെ വെൻ ആണ്. അവിടെ ദെന്നോ ദേനോ ദാറ്റോ ഒന്നുമല്ല. ഹാർഡ്ലി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരെ വെൻ ആണ് അവിടെ യൂസ് ചെയ്യുക. എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്ത് നോക്കാം, ഹി വുഡ് റേദർ ഡു സംതിങ് യൂസ്ഫുൾ ദാൻ വേസ്റ്റിംഗ് ടൈം ഓൺ ദിസ്. അല്ലെ, ഹി വുഡ് റേദർ ഡു സംതിങ് യൂസ്ഫുൾ ദാൻ വേസ്റ്റിംഗ് ടൈം ഓൺ ദിസ്. ഓക്കെ, എന്താണ് ഹി വുഡ് റേദർ ഡു സംതിങ്, അല്ലെ, വേറെ എന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലത്. ഈ ഒരു കാര്യം ചെയ്ത്, അല്ലെങ്കിൽ ചിലർ പറയും ഈ PSC പഠിച്ച് സമയം കളയുന്നേക്കാളും നല്ലത് നിങ്ങൾക്ക് എന്താണ് റേദർ ഡു ഫൈൻഡ് ഔട്ട് എ ഗുഡ് ജോബ് ദാൻ വേസ്റ്റിംഗ് ടൈം ബൈ സ്റ്റഡിങ് PSC എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ പലരും പറയും. പക്ഷെ നമ്മൾ PSC പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ 10th പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ 25 പേര് 10th പ്രിലിമിനറി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ മെയിൻസ് ക്ലിയർ ചെയ്യണം, അതാണ് പ്രധാനപ്പെട്ട ഒരു കടമയാണ്. അതായത് സെക്രട്ടേറിയറ്റ്, ഓഫീസ് അറ്റൻഡന്റ്, പിന്നെ വേറെ 2-3 പോസ്റ്റുകളും കൂടി ഉണ്ട്. അപ്പൊ ആ എക്സാം നമ്മുടെ 10th പ്രിലിംസിന്റെ റിസൾട്ട് ഇന്നലെയാണ് വന്നത്. അപ്പൊ 25 പേര് നമുക്കിവിടെ മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത വർഷം എഴുതുന്ന എക്സാമുകളൊക്കെ നിങ്ങൾ അതുപോലെ പാസ്സായിട്ട് വരണം. കഴിഞ്ഞ വർഷം നമ്മുടെ അവേക്കനിങ് ബാച്ചിൽ ഓഫ്ലൈനായിട്ട് പഠിച്ചെന്നുള്ള കുട്ടികൾ ഉൾപ്പെടെ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളും വരണം. ഓക്കെ, അപ്പൊ റേദർ പറയുമ്പോൾ നമ്മൾ ദാൻ ആണ് പറയുന്നത്. റേദർ ദാൻ എന്ന് പറയുന്നത് ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻ. ഓക്കെ, ഇനി മൈ കസിൻ ഡിഡ് സച്ച് എ സ്റ്റുപ്പിഡ് തിങ് ദാറ്റ് എവ്രിവൺ മോക്ക്ഡ് ഹിം. അല്ലെ, മൈ കസിൻ ഡിഡ് സച്ച് എ സ്റ്റുപ്പിഡ് തിങ്, ഒരു മണ്ടത്തരം കാണിച്ചു, എല്ലാവരും എന്താ പറയാ, എല്ലാവരും അവനെ ചീത്ത പറഞ്ഞു. അല്ലെ, നെക്സ്റ്റ്, രമേഷ് ഹാഡ് സ്കേഴ്സ്ലി ലെഫ്റ്റ് വർക്ക് വെൻ ഹിസ് ബോസ് കോൾഡ് ആൻഡ് ഹാഡ് ടു ഗോ ബാക്ക് ഇൻ ടു ദ ഓഫീസ് അഗൈൻ. സ്കേഴ്സ്ലി വെൻ കേട്ടാ, ഒറ്റ ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻ നമ്മൾ ഒറ്റ ഇതിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടാ. ഓക്കെ, ഇത് നമ്മൾ വേറൊരു രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. പക്ഷെ ഇവിടെ കോറിലേറ്റീവ് കൺജങ്ഷൻസിലും നമ്മൾ എക്സാമ്പിളായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവൻ എന്താ അവന്റെ ജോലി ബാക്കി വെച്ചു. അല്ലെ, സ്കേഴ്സ്ലി എന്നുള്ളത് നെഗറ്റീവ് മീനിങ് ആണ്. അപ്പോ വർക്ക് ബാക്കി വെച്ചു. അപ്പൊ അവന്റെ ബോസ് വിളിച്ചപ്പോ അവൻ ഓഫീസിലേക്ക് വീണ്ടും പോവേണ്ടി വന്നു. സ്കേഴ്സ്ലി വരുമ്പോ നമുക്ക് നേരെ വെൻ ആണ്. സ്കേഴ്സ്ലി വെൻ. നെക്സ്റ്റ്, there are as many spoons as there are forks. അല്ലെ, അവിടെ കുറെ സ്പൂൺ ഉണ്ടായിരുന്നു, ഫോർക്ക് ഉണ്ടായിരുന്നു. As many spoons as there are forks. Okay, as many as. Then both Indu and Sheena liked the movie. Both Indu and Sheena liked the movie. രണ്ടുപേരും അല്ലെ, ഇന്ദു ഷീനയും മൂവി ലൈക്ക് ചെയ്തു. അപ്പൊ ഇതെന്താ നമ്മൾ പറഞ്ഞത്? എക്സാമ്പിൾ കോറിലേറ്റീവ് കൺജങ്ഷൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നത് ബേസിക് കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ PSC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും തോറും നമുക്കിത് ഉറച്ചുറച്ച് വരും. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നേരെ കയറി നമുക്ക് ഉത്തരം കുത്താൻ പറ്റും. നമ്മൾ പ്രീവിയസ് ചെയ്ത് പഠിച്ചാൽ തന്നെ 10 മാർക്കിൽ നമുക്ക് 7 മാർക്കും കിട്ടും. നമുക്ക് സാധാരണ ഒരു 10th ലെവലിലുള്ള മെയിൻസ് പരീക്ഷയ്ക്ക് 70 മാർക്ക് GK വരും, 10 മാർക്ക് മാത്സ്, 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മലയാളം. ഇംഗ്ലീഷ് നമുക്ക് 10ൽ ഒരു 6-7 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാം. 3 ഭയങ്കര ടഫായിട്ട് ചിലപ്പോൾ വരുള്ളൂ 10th ലെവല്. ഡിഗ്രി ലെവലിൽ ചിലപ്പോൾ കുറച്ചും കൂടി ടഫായിരിക്കും ഡിഗ്രി ലെവലില്. എന്നാലും നമുക്ക് ഇപ്പൊ 10 മാർക്കിന്റെ വന്നാൽ നമുക്ക് ഒരു 6 ചോദ്യം ചെയ്യാൻ പറ്റും. പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നമുക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്കാണെങ്കിൽ 50 GK, 20 മാത്സ്, 20 ഇംഗ്ലീഷ്, 10 മലയാളമാണ് വരാം. നമ്മൾ 20ൽ ഇംഗ്ലീഷ് 20ൽ ചിലപ്പോൾ നമുക്കൊരു ചില 10 12 ഒക്കെ ആയിരിക്കും നന്നായി ചെയ്യാൻ പറ്റണ്ടാവുക. 14 പറയാൻ പറ്റില്ല. ചില പ്രാവശ്യം ടഫാവും, ചില പ്രാവശ്യങ്ങളിലത് വളരെ എളുപ്പമായിട്ട് മാറും. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ വരാന്നുള്ളത്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ ഓപ്ഷൻസ് ഉൾപ്പെടെ നമ്മൾ എന്തോരം പഠിക്കണോ അത്രയനുസരിച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ബേസിക് ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ചായി കഴിയുമ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരാം. ഓക്കെ, ഇനി നമ്മൾ കൺജങ്ഷൻസിൽ നമ്മൾ 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലടുത്താണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഓക്കെ, എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഈസ് എ വേർഡ് യൂസ്ഡ് ടു കമ്പൈൻ ആൻ ഇൻഡിപെൻഡന്റ് ക്ലോസ് ആൻഡ് എ ഡിപെൻഡന്റ് ക്ലോസ് ഇൻ എ സെന്റൻസ്. അല്ലെ, നമ്മളൊരു ഇൻഡിപെൻഡന്റും ഡിപെൻഡന്റ് ക്ലോസും അല്ലെ രണ്ടിനും നമ്മൾ യോജിപ്പിക്കാനായിട്ടാണ് നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും, ഒരാണ് ഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. അതിന് രണ്ടിനും നമ്മൾ യോജിപ്പിക്കാനാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നത്.
എക്സാമ്പിൾ നോക്കാം. ആഫ്റ്റർ, as soon as, in order, that. അല്ലെ? എക്സാമ്പിൾ നോക്കാം. as soon as ദീപ reached home, she called to let me know. ദീപ വീട്ടിലെത്തിയപ്പോഴത്തേനും അവള് എന്നെ വിളിച്ചു, അല്ലെ, അവൾ എന്നെ അറിയിച്ചു, അല്ലെ. ഷീ കോൾ ടു ലെറ്റ് മീ നോ, അല്ലെ. നമ്മളോട് പറയും, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും, അവിടെ എത്തിയിട്ടൊന്ന് വിളിക്കണേ, അല്ലെ, ഹോസ്റ്റലിൽ എത്തുമ്പോൾ വിളിക്കണേ, അല്ലെങ്കിൽ വിവാഹിതരാണെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ പറയും അവിടെ എത്തുമ്പോൾ വിളിക്കണേ എന്നൊക്കെ പറയും, അല്ലെ. ദീപ റീച്ച്ഡ് ഹോം, ആസ് സൂൺ ആസ്, ദീപ വീട്ടിലെത്തിയപ്പോഴത്തേനും അവൾ എന്നെ വിളിച്ചു, അല്ലെ. അപ്പൊ നമ്മൾ നോക്കാം, ദീപ റീച്ച്ഡ് ഹോം, വീട്ടിലെത്തിയപ്പോഴത്തേനും വിളിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഈ ഒരു സംഭവം നമുക്ക് ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്, അല്ലെ. ഒരെണ്ണം ഇൻഡിപെൻഡന്റും ഒരെണ്ണം ഡിപ്പെൻഡന്റുമാണ്. മനസ്സിലായോ? അടുത്ത നോക്കാം. ഈവൻ ദോ ഷീ ഹാഡ് പെയ്ഡ് ഓൾ ദ ബിൽസ്, ദ സിസ്റ്റം ഷോഡ് ദാറ്റ് ഷീ ഹാഡ് സം ഡ്യൂ പേയ്മെന്റ്സ് ടു ബി ഡൺ, അല്ലെ. ഈവൻ ദോ ഷീ ഹാഡ് പെയ്ഡ് ഓൾ ദ ബിൽസ്, ഇനി അവിടെ എല്ലാം അടച്ചുവെങ്കിലും ദ സിസ്റ്റം ഷോഡ് ദാറ്റ് ഷീ ഹാഡ് സം ഡ്യൂ പേയ്മെന്റ്സ് ടു ബി ഡൺ, അവിടെ എല്ലാ ബില്ല് ഫുൾ അടച്ചു, പക്ഷെ എന്താണ് അവിടെ കുറച്ച് ഡ്യൂ കാണിക്കുന്നുണ്ട്, അല്ലെ. ഷീ ഹാഡ് പെയ്ഡ് ഓൾ ദ ബിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇവിടെ അടുത്ത സെന്റൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഈവൻ ദോ എന്ന് വെച്ചാൽ എന്താണ്? എന്നിരുന്നാലും എന്നൊരു അർത്ഥമാണ് പറയാം. എന്നിരുന്നാലും അവിടെ എല്ലാം പേ ചെയ്തു, എന്നിരുന്നാലും എന്താണ് ഇവിടെ കുറച്ച് ഡ്യൂസ് കാണിച്ചു, അടച്ചിട്ടില്ല എന്ന് കാണിച്ചു. അടുത്തത് നോക്കാം. ഇഫ് യു ഡു നോട്ട് ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, ഇറ്റ്സ് ഓക്കെ. നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾക്ക് തോന്നും അല്ലെ ഇത് ടഫാണ്, ഇൻട്രസ്റ്റിംഗ് അല്ല. അപ്പൊ എന്താണ്? ഇഫ് യു ഡു നോട്ട് ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, ഇറ്റ് ഈസ് ഓക്കെ, യു ലേൺ സ്ലോലി, അല്ലെ. സ്ലോലി, നമുക്ക് പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറയുന്ന പോലെ പതുക്കെ പതുക്കെ നമുക്ക് ഇങ്ങനെ പഠിച്ചു വരാം. ഇപ്പൊ തുടക്കം ഇത് കുറെ സെന്റൻസ് എക്സാമ്പിൾ ഞാനിപ്പോ കുറെ തന്നു. ഇത്രയും എക്സാമ്പിൾ തരാണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. പക്ഷെ നമുക്ക് എക്സാമ്പിൾ തരുന്ന ഓർമ്മയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം എന്താന്നുള്ളത് പ്രാക്ടിക്കൽ സൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും എക്സാമ്പിൾ നിങ്ങൾക്ക് ഇട്ടുതന്ന് പോണത്. അല്ലെങ്കിൽ ഇതൊക്കെ ഒറ്റ സെന്റൻസ് നമുക്ക് പറഞ്ഞു തീർത്ത് ക്ലാസ് അവസാനിപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. ടോപ്പിക്ക് വേഗം തീർക്കാൻ പറ്റും. പക്ഷെ എക്സാമ്പിൾ കൂടി തരുമ്പോഴാണ് നിങ്ങൾക്ക് അതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റാന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇഫ് യു ഡു നോട്ട് ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, ഇറ്റ് ഈസ് ഓക്കെ. അപ്പൊ അത് നമ്മളിവിടെ ഇഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ദെൻ വൈൽ ഐ വാസ് വാക്കിംഗ് അക്രോസ് ദ റോഡ് സ്ട്രീറ്റ്, അല്ലെ, ഞാൻ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോ ഐ സോ ദ ഷോപ്സ് വെർ ക്ലോസ്ഡ്, അല്ലെ, ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്ത് കണ്ടു. അപ്പൊ ഐ വാസ് വാക്കിംഗ് അക്രോസ് ദ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന, സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ഇതാണ്. പക്ഷെ ഞാൻ നടന്നപ്പോഴാണ് എന്ത് കണ്ടത്? ഈ ഒരു സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത് നിൽക്കുന്നത്. ഐ സോ ദാറ്റ് ദ ഷോപ്സ് വെർ ക്ലോസ്ഡ്. അപ്പൊ വൈൽ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ നടക്കുമ്പോൾ, അല്ലെ, ഞാൻ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ, അല്ലെ, അങ്ങനെയാണ് കണ്ടത്. അപ്പൊ വൈൽ എന്ന് പറയുന്നത് എന്താണ്? വൈൽ എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. അടുത്ത നോക്കാം. അൺലെസ് ഷീ ഫിനിഷസ് ദ വർക്ക് ഗിവൺ ഷീ കനോട്ട് ഗോ ഹോം, അല്ലെ. വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അൺലെസ്, അല്ലെ, ഇത് ചെയ്തില്ലെങ്കിൽ, അല്ലെ. ഓക്കെ, അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് pass the examination. Okay, before you make a decision, just take a second opinion. അല്ലെ, നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ്, അല്ലെ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം എന്ന് പറയുന്നു. ഇപ്പൊ ബിഫോർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമ്മുടെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് ബിഫോർ, അല്ലെ. ദോ ഹി വാസ് ടയേർഡ്, അല്ലെ, ടയേർഡ് ആയിരുന്നു. ഹി അഗ്രീഡ് ടു ഹെൽപ് മീ ഔട്ട്, എന്നെ സഹായിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതൊരു നമ്മുടെ ഒരു കൺജങ്ഷൻ ആണ്. She knew that there was a nationwide lockdown today only after I told her about it. She knew that there was a nationwide lockdown today only after I told her about it. അല്ലെ, ഇന്ന് നാഷണൽ ലോക്ക്ഡൌൺ എന്നറിയാം, അതുകൊണ്ട് അതിന് ശേഷം സംസാരിക്കാന്ന് വിചാരിച്ചു എന്ന് പറയാണ്. അപ്പോ ആഫ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഓക്കെ, വെൻ യു ആർ ഡൺ വിത്ത് ഇറ്റ് ലെറ്റ് മീ നോ, അല്ലെ, നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്നെ അറിയിക്കുക. അപ്പൊ വെൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു സബോർഡിനേറ്റിംഗ് എന്താണ്? കൺജങ്ഷൻ ആണ്, അല്ലെ. വെൻ യു ആർ ഡൺ വിത്ത് ഇറ്റ് ലെറ്റ് മീ നോ. ഓക്കെ, അടുത്തൊരു സെന്റൻസ് നോക്കാം. ഐ തിങ്ക് ദിസ് പ്ലേസ് വിൽ നോട്ട് ഫീൽ ദ സെയിം എവർ അഗെയിൻ സിൻസ് ദേ ഡിമോളിഷ് ദ ഫുട്ബോൾ ഗാലറി. ഐ തിങ്ക് ദിസ് പ്ലേസ് വിൽ നോട്ട് ഫീൽ ദ സെയിം എവർ അഗെയിൻ, അല്ലെ, സിൻസ് ദേ ഡിമോളിഷ് ദ ഫുട്ബോൾ ഗാലറി. ഈ സ്ഥലം അത്ര നന്നായിട്ട് ഫീൽ ചെയ്യില്ല, കാരണം എന്താണ്? അവരവിടുത്തെ ഫുട്ബോൾ ഗാലറി ഡിമോളിഷ് ചെയ്തു എന്ന് പറയുന്നത്. സിൻസ് എന്ന് പറയുന്നത് നമ്മളത് ഇനി പഠിക്കും, അല്ലെ, ഒരു ടൈം പീരീഡ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സിൻസ് പറയാം.
അപ്പൊ ഈ ഫുട്ബോൾ ഗാലറി ഡിമോളിഷ് ചെയ്തപ്പോ തൊട്ട് നമുക്ക് എന്താണ് അവിടെ ആ ഒരു പ്ലേസ് നമുക്ക് അത്ര ഗുഡായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് ഫീൽ ഗുഡായിട്ട് തോന്നുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. സിൻസ് എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റിംഗ് എന്താണ് കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ലാസ്റ്റിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ഇന്റർജെക്ഷൻ ആണ്. ഇന്റർജെക്ഷൻ അധികമൊന്നുമില്ല, അത് കുറച്ചുള്ളൂ നമുക്ക് പറയാനായിട്ട്. എനിക്ക് പോട്ടെ. എല്ലാവരും ഇത്രയും എക്സാമ്പിളൊക്കെ തന്നെ മടുത്താ? ആരും ഒന്നും പറയണില്ലല്ലോ. എല്ലാരും ഉറങ്ങിപ്പോയി അറിയില്ല അവിടെ ഉള്ളവര്. അതിലൊന്നും പറയാണ്ട് ലീവ് ചെയ്യുന്ന ആൾക്കാര് അവിടെ ഉണ്ട്. ഓക്കെ, അനീഷ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അടുത്തത് പറയാൻ പോവാണ്. ഇന്റർജെക്ഷൻ പറയാൻ പോവാണ്. ഇന്റർജെക്ഷൻ ഈസ് എ വേർഡ് വിച്ച് എക്സ്പ്രസസ് സം സഡൻ ഫീലിംഗ്. പെട്ടെന്നുള്ള വികാരങ്ങൾ. യോ, ഏ എന്നൊക്കെ പറയില്ലേ അല്ലെ? യാ എന്നൊക്കെ പറയില്ലേ? അതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ പെട്ടെന്നുള്ള വികാരങ്ങളെ പറയും. ചിയേഴ്സ്, ഹേ, ഹുറേ, അലാസ് എന്നൊക്കെ പറയുന്നത് എന്താ? ഇതൊക്കെയാണ് നമ്മുടെ ഇന്റർജെക്ഷൻ. ഹുറേ, വി ഹാവ് വൺ അല്ലെ, നമ്മൾ ജയിച്ചു അല്ലെ, ഹുറേ അല്ലെ. ഓ, ഇതൊക്കെ എങ്ങനെ പഠിക്കാനാ? മാറിപ്പോകില്ല എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇത്രയും പാർട്സ് ഓഫ് സ്പീച്ച് 8 തരണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമില്ല. എക്സാമ്പിൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളുടെ എക്സാമ്പിൾ വിത്ത് ഓപ്ഷൻ ആയിട്ട് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ ഇട്ട് തരണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പഠിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പഠിക്കണ്ട, നിങ്ങൾ ഒരിക്കലും ഇത് പഠിക്കണ്ട. നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എങ്ങനെ പഠിച്ചാലും നമുക്ക് ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകും. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് PSCക്ക് സ്ഥിരം കുറെ ചോദ്യങ്ങളുണ്ട്, സ്ഥിരം ഒരു പാറ്റേൺ ഉണ്ട്. അപ്പൊ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാതെ നമ്മൾ ഇത് മുഴുവൻ തിയറട്ടിക്കലായിട്ട് പഠിച്ച് വന്ന് പരീക്ഷ എഴുതാൻ ഇത് കാണാപ്പാടം പഠിച്ചെഴുതുന്ന ഒരു സംഭവമല്ല. പ്രാക്ടീസ് ചെയ്യുന്നതോറാണ് ക്ലിയർ ആവുള്ളൂ. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, ഞാൻ പറ്റി കഴിഞ്ഞാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് ഇതിന് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം ഈ ഒരു ഏരിയയിൽ നിന്ന്. അപ്പൊ അത് എനിക്ക് സെലക്ട് ചെയ്ത് എടുക്കണം. അപ്പൊ എടുത്തിട്ട് ഇട്ട് തരാം. പിന്നെ നമ്മൾ പരീക്ഷയിൽ ചോദ്യം. ഇവിടെ നോക്കാം. ഹുറേ, വി ഹാവ് വൺ. സന്തോഷമാണ് പറയുന്നത്. വെൽ, ദാറ്റ് ഈസ് ന്യൂ. ഇപ്പൊ ഇത് നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് എങ്ങനത്തെ സെന്റൻസ് ആണ്. ഇപ്പൊ ഇത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്, നമ്മൾ ടൈപ്പ് ഓഫ് സെന്റൻസ് പഠിക്കാനുണ്ട് നമുക്ക്. അപ്പൊ ഇവിടെ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പൊ ഇത് എക്സ്ക്ലമേഷൻ ആണ് അല്ലെ, അപ്പോൾ എക്സ്ക്ലമേറ്ററി മാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഓ, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ് ദിസ് വേ. പിന്നെ വൗ, വൗ എന്ന് പറയുന്നത് ഒരു ഇന്റർജെക്ഷൻ ആണ്. വൗ, യു ഡിഡ് എ റിയലി ഗ്രേറ്റ് ജോബ് വിത്ത് ദാറ്റ് പീസ് ഓഫ് ഫർണിച്ചർ. പിന്നെ അലാസ് എന്ന് പറയുന്നത് നമുക്ക് ദുഃഖമാണ് പറയാം. അലാസ്, അലാസ് ഹി ഡൈഡ് എന്ന് പറയും, അല്ലെങ്കിൽ അല്ലെങ്കിൽ മരിച്ചുപോയി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അലാസ് ഐ ഹാവ് നോട്ട് ക്ലിയർ ദ ഇന്റേണൽ അസസ്മെന്റ്. ഇന്റേണൽ അസസ്മെന്റ് ക്ലിയർ ആയില്ല എന്ന് പറയുന്നു. പിന്നെ മൈ ഗോഡ്, ദ വെയിറ്റിംഗ് ലിസ്റ്റ് ഫോർ ദ റിസർവേഷൻ സീറ്റ് ഇസ് ടു ലോങ്. ഐ ഡോണ്ട് തിങ്ക് വി വുഡ് ഗെറ്റ് എ സീറ്റ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, നമ്മുടെ സന്തോഷമോ സങ്കടമോ അല്ലെങ്കിൽ വികാരങ്ങളൊക്കെ നമ്മൾ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില പദങ്ങളാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇത് കണ്ടിട്ട് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട കേട്ടാ. നിങ്ങൾ കണ്ടിട്ട് ഒട്ടും ടെൻഷൻ അടിക്കണ്ട. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പഠിക്കാം കേട്ടോ. നമ്മളൊന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഞാനിപ്പോ തന്ന എക്സാമ്പിൾ ഉണ്ടല്ലോ, ഇപ്പൊ കുറച്ച് അധികം എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും നമുക്ക് പല കാര്യങ്ങളും ആവർത്തിച്ചു വരും. നമ്മൾ പല ടോപ്പിക്കും പഠിക്കുമ്പോൾ ആവർത്തിച്ചു വരും. അപ്പോ നമുക്കത് വീണ്ടും വീണ്ടും പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം.